ഈ സുവിശേഷ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും ബഹുമാനിതനായ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ഷാജി അവർ മാനീയ സാന്നിധ്യം കൊണ്ട് ഈ യോഗത്തെ ധന്യമാക്കിയ എത്രയും പ്രിയങ്കരായ ബഹുമാനിതരായ പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ് അവർ, പാസ്റ്റർ കെ ബാബു, പാസ്റ്റർ ജോസ് അവർ, പാസ്റ്റർ മാത്യു മന്ദശ്ശേരി, വിശേഷാൽ ഈ യോഗ കാര്യങ്ങൾ ഇവിടെ ക്രമീകരിക്കേണ്ടതിന് മനോഹരമായ ഈ വീടും ഇതിൻ്റെ മറ്റവും തന്ന പ്രിയപ്പെട്ട ആൻറ്റി, ഇന്ന് പകൽ മുഴുവൻ സുവിശേഷ വിളംബരത്തിൽ പങ്കാളിത്തം വഹിച്ച സഭയിലെ വിശുദ്ധന്മാരായ വിശുദ്ധമതികളായ മാന്യ സഹോദരങ്ങൾ, ഈ രാത്രിയിലെ തിരുവചന കേൾവിക്ക് വേണ്ടി ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വളരെ പ്രാർത്ഥനാപൂർവ്വം താല്പര്യത്തോടെ എത്തിയ മറ്റ് വിശ്വാസ സമൂഹങ്ങൾ, ഈ ദേശത്തിലെ ഏറ്റവും പ്രബുദ്ധരായ നിവാസികൾ, ഈ സുവിശേഷ പ്രോഗ്രാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും മനോഹരമായ നിലകളിൽ ഒപ്പിയെടുത്ത് എത്തിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹോദരന്മാർ, ഇന്ന് പകലും ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ ശബ്ദം ഏറ്റവും ശ്രവണസുഖമായി തന്നെ ആളുകളുടെ കർണപുടങ്ങളിൽ എത്തിക്കുന്ന മാന്യ സഹോദരൻ, മറ്റ് പ്രിയപ്പെട്ടവരെ, മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച PVP സൺഡേ സ്കൂൾ സഹോദരി സഹോദരന്മാർ, ഏവർക്കും ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ധനമുള്ള നാമത്തിൽ എൻ്റെ ഹൃദയ വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് പകൽ ഇവിടെ നടന്ന ഈ സുവിശേഷ വിളംബരത്തിൽ നിങ്ങളോടൊപ്പം എനിക്കും സാക്ഷ്യം വഹിപ്പാൻ ലഭിക്കപ്പെട്ട സുവർണ നിമിഷത്തെ ജീവിതത്തിലെ ഒരു സുഹൃത്തുമായി ഞാൻ എണ്ണുകയാണ്. കാലാവസ്ഥകൾ നമുക്ക് പ്രതികൂലമായി അല്പസമയം ഒരു ഭീഷണി പോലെ മുമ്പിൽ വന്നുവെങ്കിലും സകലത്തിന് മതിയായവനായ ദൈവം ഇത്രത്തോളം നമ്മെ അനുഗ്രഹിക്കുകയും ഈ സമ്മേളനത്തെ അനുഗ്രഹിക്കുകയും ചെയ്തതോർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രിയപ്പെട്ട ഷാജി പാസ്റ്ററും ഇടുക്കി സ്വദേശിയാണ്, ഞാനും ഇടുക്കി സ്വദേശിയാണ്. ഞങ്ങൾ ആ ജില്ലയിൽ ജനിച്ചു വളരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന ഭാഗ്യം ജീവിതത്തിലെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ആ ജില്ലയിൽ നിന്നും സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള, സുവിശേഷ ചരിത്രത്തിൽ വളരെ സ്വാധീനമുണ്ടാക്കിയിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അവർക്കൊക്കെ ഒപ്പം എത്തുവാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ പോലും പ്രിയപ്പെട്ട ഷാജി പാസ്റ്ററും എനിക്കുമൊക്കെ സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ ദൈവം സഹായിക്കുന്നതിനായിട്ട് നന്ദി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഇന്ന് പകൽ അല്പസമയം എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി. മരണത്തിൻ്റെ കരാളവസ്ഥകളിൽ നിന്നും കർത്താവ് രക്ഷിച്ച് തന്നെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നതിന് പിന്നിലെ കാരണം പത്തനംതിട്ട ജില്ലയിൽ തന്നെയാക്കുന്ന ഇടങ്ങളിൽ വലിയൊരു ശുശ്രൂഷ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ വീട്ടിലെ ആൻറ്റിയും അത്തരത്തിൽ മരണത്തെ അതിജീവിച്ച് കർത്താവിനെ മകനിയെ സാക്ഷ്യം വഹിക്കുന്ന വളരെ അനുഭവ സമ്പത്തുള്ള ഒരു ദേവദാസിയാണ്. പ്രിയപ്പെട്ട ആൻറ്റിയെ ഞാൻ പരിചയപ്പെടുന്നത് 2 വർഷങ്ങൾക്ക് മുമ്പ് അടൂർ പട്ടണത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യ സഭ തന്നെ നടത്തിയ ഒരു സുവിശേഷ വിളംബര യാത്രയിൽ ദൈവവചനം സംസാരിക്കുവാനുള്ളൊരു അവസരമുണ്ടായപ്പോൾ യൂട്യൂബിൽ കൂടി എൻ്റെ പ്രസംഗം കേട്ട് താല്പര്യപൂർവ്വം എന്നെ വിളിക്കുകയും ഈ യോഗത്തെക്കുറിച്ച് ഞാൻ ആൻറ്റിയോട് പറയുകയും വയ്യാതിരുന്നിട്ടും ആ യോഗത്തിൽ അന്ന് ആ പട്ടണത്തിൽ നടന്ന പ്രവർത്തനത്തിൽ എന്നോടൊപ്പം പങ്കാളിത്തം വഹിക്കുകയും പിന്നീട് ശുശ്രൂഷയുടെ യാത്രയിൽ എപ്പോഴോ ഈ ഭവനത്തിൽ വന്ന് പാർക്കുവാനും ഒരവസരമുണ്ടായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട ആൻറ്റിക്കും ഷാജി പാസ്റ്ററും മറ്റ് പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള എല്ലാ നന്ദിയും സ്നേഹത്തെയും അറിയിച്ച് തുടർന്നുള്ള സമയം ദൈവവചനത്തിൻ്റെ ചിന്തകളിൽ നിന്നും നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സുവിശേഷം എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിന് വളരെ
പ്രധാനപ്പെട്ട ഒരു സത്യമായിട്ട് നിലനിൽക്കുന്ന ഒരു ആശയമാണ്. ആശയമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് വില കുറഞ്ഞ ഒരു വാക്കായിട്ട് തോന്നുമായിരിക്കാം. ആശയമെന്ന് പറയുന്ന ആ മഹത്തായിരിക്കുന്ന അക്ഷരക്കൂട്ടം മനുഷ്യനെ സംബന്ധിച്ച് അത് വളരെ മാറ്റമുണ്ടാക്കുന്ന ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ആശയങ്ങളാണ് മനുഷ്യനെ മറ്റിൽ നിന്നും മറ്റേതൊരു കാര്യങ്ങളിൽ നിന്നുമൊക്കെ വ്യത്യസ്തരാക്കുന്നത്. ആശയമുള്ളവർക്ക് മാത്രമേ ആവിഷ്കാരങ്ങൾ നടത്തുവാനായി കഴിയുകയുള്ളൂ. ആവിഷ്കാരങ്ങളിലേക്കും ജീവിതത്തിൻ്റെ പരിവർത്തനങ്ങളിലേക്കും കഴിഞ്ഞുപോയ 2023 വർഷങ്ങളായി മനുഷ്യനെ മാറി ചിന്തിക്കുവാൻ പര്യാപ്തമാക്കി തീർക്കപ്പെട്ട ഒരു സന്ദേശമാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. രാഷ്ട്രീയപരമായും മതപരമായും സാംസ്കാരികപരമായും ഒക്കെ സമൂലം മാറ്റം വരുത്തുവാൻ കഴിയുന്ന വിധത്തിൽ സുവിശേഷത്തിന് സ്വാധീനതയുണ്ട്. കാരണം അത് കേവലം പ്രത്യയശാസ്ത്രമല്ല, അത് കേവലം ഒരു മനുഷ്യൻ്റെ ചരിത്രമല്ല, അത് കേവലം ഒരു മനുഷ്യനുമല്ല. ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത വിധത്തിൽ സകല മേഖലകളിൽ വ്യാപരിക്കുവാൻ കരുത്തുള്ള ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രമാണത്. ആ സുവിശേഷ സത്യം ഇന്നയോളം സമകാലിക ജീവിതത്തിൽ മാത്രമല്ല ഭൂതകാലഘട്ടത്തിലും വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ ചരിത്രത്തിന്റെ താളുകളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്നലകളിൽ സമൂഹത്തിന് മാറ്റം വരുത്തിയിട്ടുള്ള, ഇന്നും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദേശം നാളുകളിലും ലോകത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളത് സംശയിക്കേണ്ടതായ ഒരു കാര്യമല്ല. അത്തരത്തിൽ മാറ്റം ലഭിക്കപ്പെട്ട ആളുകളാണ് ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുവാനായി ഇവിടെ വന്നിട്ടുള്ളത്. ആശയങ്ങളുടെ പിള്ളത്തൊട്ടിലായി വിശേഷിപ്പിക്കപ്പെടുന്ന, തത്വജ്ഞാനത്തിന്റെ ഈറ്റിലുമായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഭൂപ്രദേശമാണ് ഗ്രീസ്. ഗ്രീസിലെ അഥേനയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തത്വജ്ഞാനത്തിന്റെ പിതാവായിരിക്കുന്ന പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയ ആളുകൾ അവർ ആവിഷ്കരിച്ചതായിരിക്കുന്ന ആശയങ്ങൾ ലോകത്തിന്റെ ഗതിവിഗതികളെ ഒരു കാലഘട്ടത്തിൽ മാറ്റിമറിച്ചിട്ടുണ്ട്. ആ ഗ്രീസിന്റെ സംസ്കാരങ്ങൾ, അവർ വിഭാവന ചെയ്തതായിരിക്കുന്ന ആശയങ്ങൾ ഈ നവീന ലോകത്തിലും ഇന്നും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിൽ പ്ലേറ്റോയുടെ മഹത്തായിരിക്കുന്ന ഒരു പുസ്തകമാണ് ദ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. മാറ്റങ്ങളെ കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു പുസ്തകമാണ് ദ റിപ്പബ്ലിക്. ആ പുസ്തകത്തിനെ ചുവടുപിടിച്ചുകൊണ്ടായിരുന്നു 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ സ്വാധീനമുണ്ടാക്കിയ തോമസ് മൂർ എന്ന് പറഞ്ഞ രാഷ്ട്രതന്ത്രജ്ഞൻ രചിച്ച യൂട്ടോപ്പിയ എന്ന് പറയുന്ന പുസ്തകം. അതൊരു ഭാവന സൃഷ്ടിയാണ്, ഒരു സാങ്കല്പിക ലോകമാണ്. ഒരു സാങ്കല്പിക കഥയായി അക്ഷരക്കൂട്ടങ്ങളിൽ കൂടെ ലോകത്തിന് മുമ്പിൽ തോമസ് മൂർ തന്റെ ആശയത്തെ വിഭാവന ചെയ്തപ്പോൾ ആ ആശയത്തെ യൂറോപ്പ് മുഴുവൻ 2 കരവും നീട്ടി സ്വീകരിക്കുകയുണ്ടായി. അതിന് കാരണം മതമില്ലാത്ത, വർഗരഹിതമായ, സമാധാന സന്തോഷം നിലനിൽക്കുന്ന, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന മഹത്തായ മാനവ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആശയമായിരുന്നു ഉട്ടോപ്പിയ. ഉട്ടോപ്പിയ രചിക്കാൻ കാരണം ഈ പ്ലേറ്റോയുടെ ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആ പുസ്തകത്തിന്റെ പാരായണം നിരത്തണം. തുടർന്ന് 18-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ ഈ ആശയങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് വളരെ മനോഹരമായിരിക്കുന്ന ഒരു പുസ്തകം പിറവിയെടുക്കുകയാണ് ജർമ്മനിയിൽ. ആ പുസ്തകത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നാണ്. മാർക്സിന്റെയും ലെനിന്റെയും മസ്തിഷ്കത്തിൽ നിന്നും ആവിർഭവിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന ആശയങ്ങൾ, അതും വർഗരഹിത സമൂഹത്തെ കുറിച്ചുള്ള ആശയങ്ങൾ. ലോകത്തിൽ ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം ജനങ്ങൾ വായിച്ചു കൂട്ടിയ മനോഹരമായ ഒരു പ്രത്യയശാസ്ത്രം. എന്തിനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്? പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പ്രസംഗിച്ചാൽ ഒരു സ്വോത്രത്തിന്റെ ധ്വനി പോലും മരുന്നിന് പോലും കിട്ടില്ലെന്നുള്ള കാര്യം എനിക്ക് നന്നായിരിക്കാം. പക്ഷേ ആ കാലഘട്ടമെല്ലാം കഴിഞ്ഞുപോയി. യേശു കുറിച്ച് ലോകസൗഖ്യം തരുന്നവനാണെന്നും
യേശു ക്രിസ്തു വിസ തരുന്നവനാണെന്നും യേശു ക്രിസ്തു ശാപത്തിന്റെ ചെങ്ങലുകൾ പൊട്ടിക്കുന്നവനാണെന്നും ഒക്കെ ഈ മൈക്ക് തകർന്നു പോകത്തക്ക അലറി പിടിച്ച് ഞാനിവിടെ പറഞ്ഞാൽ ഇത് ഒരു ഉന്മാദ വേദിയായി മാറുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ശബ്ദാരവരങ്ങൾ ഉയർന്നു കേൾക്കുമെന്ന് അറിയാം. പക്ഷേ അത്തരത്തിലുള്ള ഇടപാടുകൾ കൊണ്ട് ഈ സമൂഹം മലിനപ്പെട്ടു എന്നുള്ളതല്ലാതെ യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നൊരു തിരിച്ചറിവോടുകൂടെ തലയ്ക്ക് പ്രയോജനപ്പെടുന്ന, ആത്മാവിന് പ്രയോജനപ്പെടുന്ന, ചിന്തിക്കാൻ കഴിയുന്ന സുവിശേഷത്തിന്റെ ചെറിയ ചില അംശങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയിത്തീർന്നത്? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ സുവിശേഷം വിളംബരം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ആ ആദർശത്തിൽ തന്നെ നിലനിൽക്കുന്നത്? ഞാൻ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. എനിക്ക് നിലപാടുകളിൽ നിന്നും സുവിശേഷത്തെ കുറിച്ചുള്ള വീക്ഷണത്തിൽ നിന്നും എനിക്കുണ്ടായ അനുഭവ സമ്പത്തിൽ നിന്നും വ്യതിചലിച്ച് ഈ സത്യത്തെ അവതരിപ്പിക്കാനായി കഴിയില്ല. അതുകൊണ്ട് എന്ത് നേട്ടം? അനിവാചകർ, പ്രേക്ഷകർ ഒരുപക്ഷെ ചോദിക്കും. നേട്ടം ആത്മാക്കളുടെ വിമോചനം കണ്ണുകൊണ്ട് കാണാൻ ദൈവം അവസരമൊരുക്കുന്നു. തെരുവുകളിൽ കൊട്ടേഷൻ ലീഡേഴ്സ്, രാഷ്ട്രീയ നേതാക്കന്മാർ, പോലീസ് ഓഫീസേഴ്സ്, മദ്യപാനികൾ, വ്യാപാരികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, യാത്രികർ, അങ്ങനെ എണ്ണമറ്റ ആളുകൾ പാപത്തെക്കുറിച്ച് ബോധമുള്ളവരായി പരസ്യമായി യേശുവിനെ സ്വീകരിക്കുന്ന മനോഹരമായ കാഴ്ചകൾ കാണാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷം ഞാനിവിടെ വിളംബരം ചെയ്യുമ്പോൾ വാഹനത്തിൽ, വഴിയോരങ്ങളിൽ, വീട്ടുവാതിൽകളിൽ, വീടിന്റെ അങ്കണത്തിലൊക്കെ ഇരുന്ന് കേൾക്കുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം സംഭവിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തേണ്ട. ഈ പറയുന്ന തോമസ് മോറും മാക്സിനും സോക്രട്ടീസും പ്ലേറ്റോയും ഒക്കെ അവതരിപ്പിച്ചതായി ആശയം എന്തുകൊണ്ടായിരുന്നു? എന്താണ് അവരെ അങ്ങനെ ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിച്ച ഘടകം? അവർ അത്തരത്തിലുള്ള ആശയത്തെ ജനത്തിന് മുമ്പിൽ വിഭാവനം ചെയ്തത് എന്തുകൊണ്ടായിരുന്നു? മറ്റൊന്നുമല്ല, മനുഷ്യൻ ഒരു നവലോകം എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. മനുഷ്യൻ മാറുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ചരിത്രമെന്ന വാക്കിന്റെ നിർവചനം തന്നെ മാറ്റമെന്ന് തന്നെയാണ്. അവന്റെ സാമൂഹിക, രാഷ്ട്രീയ, മതപരമായ മേഖലകളിൽ അവൻ ബന്ധപ്പെട്ട് കിടക്കുന്ന സമസ്ത സാഹചര്യങ്ങളിലും സാമ്പത്തിക ശാസ്ത്ര മേഖലകളിലുമൊക്കെ അടക്കം ഉണ്ടായ മാറ്റമാണ് ചരിത്രം എന്ന് പറയുന്നത്. ആ ചരിത്രത്തിന്റെ ഇടവഴികളിൽ ഇന്നും പ്രകാശപൂർവമായി നിലനിൽക്കുന്ന ഒരു പ്രത്യാശാസ്ത്രമാണ് സുവിശേഷം എന്ന് പറയുന്ന മഹത്തായിരിക്കുന്ന ഈ ആശയം. എന്തുകൊണ്ടാണ് ഈ ആശയത്തെ ഈ പറയുന്നതായ മറ്റ് തത്വസംഹിതകൾ മണ്ണടിഞ്ഞു പോയിട്ടും മറവിയിലേക്ക് ആണ്ടുപോയിട്ടും മനുഷ്യൻ മാറ്റി നിർത്തിയിട്ടും ഈ 2023 വർഷമായി നശിക്കാതെ ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക്, രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിലേക്ക്, ദേശങ്ങളിൽ നിന്നും ദേശങ്ങളിലേക്ക് ഒരു കാട്ടുതീ പോലെ പടർന്നു വന്നിരിക്കാൻ കാരണം അത് മറ്റൊന്നുമല്ല, ഇത് ദൈവപുത്രന്റെ ജീവിത ചരിത്രമായിരുന്നു. ഇത് യേശു എന്ന് പറയുന്ന യുഗപ്രഭാവം നടത്തിയ മാറ്റത്തിന്റെ കഥകളായതുകൊണ്ട് ആ ആശയത്തെ അട്ടിമറിക്കുവാൻ നിരവധി ആളുകൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, മതമേഖലകളിലുള്ള മേലാളന്മാർ, സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ വടിയും വാളും വെല്ലുവിളികളുമായി ഉയർത്തിരുന്നെങ്കിലും അവരെല്ലാം കാലയവനികൾക്കുള്ളിലേക്ക് മറയപ്പെട്ടിട്ടും സുവിശേഷം ഇന്നും അജയമായി യാത്ര ചെയ്യാൻ കാരണം ഇത് മാത്രമേ മനുഷ്യന്റെ വിമോചനത്തിനായി ഈ അമ്പലച്ചോട്ടിൽ പാലിൻപരപ്പിൽ ഉള്ളൂ എന്നുള്ള സത്യങ്ങൾ ആയതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആർജവത്തോടെ, ഊർജത്തോടെ, അഭിനിവേശത്തോടെ, ആവേശത്തോടെ, അധികാരത്തോടെ, അനുഭവത്തോടെ, അഭിഷേകത്തോടെ ഞങ്ങൾ പറയുന്നു, മറ്റൊരുത്തിന് രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ മനുഷ്യന്റെ വിമോചനത്തിന് നൽകപ്പെട്ട ഒരു നാമമുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം വിശ്വസിക്കുന്നവരെ തലമണിച്ച് ഇന്ന് രാത്രി ലോകത്തെ ആരാധനകൾക്ക് അലങ്കരിക്കാനായിട്ട് കഴിയട്ടെ. ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുള്ളത് തിരിച്ചറിയുന്നവർ മടുത്തുപോകാത്ത സ്തോത്രത്തിന്റെ മുഖരിതമായ അന്തരീക്ഷങ്ങളിലേക്ക് നിങ്ങളുടെ ശബ്ദങ്ങളിൽ ഒന്ന് വേർതിരിച്ചു വിടട്ടെ. ഈ ദേശത്തെ ഇടയ്ക്ക് നയിക്കുന്ന, കുടുംബങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, നമ്മുടെ തലമുറകളെ വല്ലാത്ത ജീവിത പ്രക്രിയയിലേക്ക് കൊണ്ടുപോകുന്ന ഇരുട്ടിന്റെ വ്യാപാരത്തിന്റെ കോട്ടക്കൊത്തനങ്ങളെ അടിവേരോടുകൂടി പിടിതറിയുവാൻ സുവിശേഷ ശക്തിയുടെ വ്യാപരിക്കും തിരിച്ചറിയുന്നവർ മാത്രം അല്പസമയം ചേർന്ന് കർത്താവിനെ ആരാധിച്ചു തുടങ്ങാം. നമ്മെ
രക്ഷിച്ച, ഈ സംസ്ഥാനത്തെ രക്ഷിച്ച, ഭാരതത്തെ രക്ഷിച്ച, ലോകത്തിന്റെ ഗതിവിധികളെ മാറ്റിമറിച്ച, ഒരു പുതിയ ലോകം മനുഷ്യന് വേണ്ടി വിഭാവന ചെയ്ത സുവിശേഷത്തിന്റെ സത്യം ഇന്ന് രാത്രിയുടെ വ്യാപരിക്കുന്നതോർത്ത് സർവശക്തനായ ദൈവത്തിന്റെ മഹത്വവും മാനവും ഞാൻ അർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ആശയങ്ങളൊക്കെ നിലനിന്നിട്ടും യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ അവതരണത്തിന് ശേഷം ഒട്ടനവധി ആശയങ്ങൾ രംഗപ്രവേശനം ചെയ്തിട്ടും നിന്നതും വന്നതുമല്ല കാലയവനുകൾക്കുള്ളിൽ മറയപ്പെടുകയും സുവിശേഷം അജയമായി തുടരുകയും ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്നുള്ളൊരു വിശദീകരണമാണ് എന്റെ പ്രഭാഷണത്തിന്റെ വിഷയം എന്ന് പറയുന്നത്. അതിനാധാരമായി മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുവാൻ സഭയെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. വിശുദ്ധ ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, അത് മനുഷ്യന്റെ വിമോചനത്തിന് വേണ്ടി രചിക്കപ്പെട്ട വിമോചനത്തിന്റെ പ്രത്യയശാസ്ത്രമാണ്. ബൈബിളിന് 2 ഭാഗമാണുള്ളത്. ക്രൈസ്തവതയെ വളരെ താലോലിച്ച് മാറോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ക്രൈസ്തവ പാരമ്പര്യമുള്ള ബൈബിളുമായി ബന്ധമുള്ളതായിരിക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. പക്ഷേ എന്റെ പ്രഭാഷണം ഒരു സമൂഹത്തെ മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രഭാഷണമല്ല. യേശു അങ്ങനെ പ്രസംഗിച്ചിട്ടുമില്ല. യേശു വിളംബരം ചെയ്ത പ്രഭാഷണത്തിൽ മുഴുവൻ സകലവരുമായുള്ളവരെ, ഏവരുമായുള്ളവരെ എന്നുള്ള സാർവത്രിക സന്ദേശമാണ് ഉൾക്കൊള്ളിച്ചിരുന്നത്. ജാതി മതഭേദമന്യേ, വർഗ നിറവ്യത്യാസ ഭേദമന്യേ ഈ മനുഷ്യനായി പിറന്നിട്ടുള്ള ആരെയും യേശു ക്രിസ്തു സ്നേഹിക്കുന്നു, അന്വേഷിക്കുന്നു, രക്ഷിക്കുവാൻ മനസ്സു കാണിക്കുന്നു എന്നുള്ളത് യേശുവിന്റെ പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. യേശു ക്രിസ്തു ജനിച്ചതായിരിക്കുന്ന കാലഘട്ടം വളരെ പ്രത്യേകതയുള്ള ഒരു കാലഘട്ടമാണ്. ബൈബിളിൽ ഒരു മതഗ്രന്ഥമല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണങ്ങളുണ്ട്. അതാണ് ഞാൻ തുടർന്നുള്ള സമയങ്ങളിൽ ഏതാനും ചില വാക്കുകൾ വിശദീകരിക്കുവാനായി ആഗ്രഹിക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ ക്രൈസ്തവ ജനത്തിന് ബൈബിളിന്റെ ആദ്യ അവസാനങ്ങളൊക്കെ ഒരുപക്ഷെ അറിയാമായില്ല. പക്ഷേ ഇതര മതത്തിൽ വിശ്വാസധാരയിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് അത്ര കാഴ്ചപ്പാട് ബൈബിളിനെ കുറിച്ചില്ല. ബൈബിൾ ആദ്യ ഭാഗം പഴയ നിയമമെന്ന് പറയും. ഉൽപ്പത്തി മുതൽ മാലാഖി വരെ തുടരുന്ന മനോഹരമായിരിക്കുന്ന ഗ്രന്ഥ സമുച്ചയം. ആ ഗ്രന്ഥങ്ങളിൽ മുഴുവൻ ഒരു പ്രത്യേക ജനതയുടെ ധാർമ്മിക, സാംസ്കാരിക, രാഷ്ട്രീയ, ആത്മീയ വ്യവസ്ഥകളെ കുറിച്ചുള്ള നിയമങ്ങൾ, ജീവിത രീതികൾ, അതിന്റെ ചട്ടങ്ങൾ, അവരുടെ ലംഘനങ്ങൾ, അനുസരണക്കേടുകൾ, അത് നിമിത്തം ഉണ്ടാകുന്ന ദൈവിക ന്യായവിധികൾ, അവരെ കുറിച്ചുള്ള ഭാവി ലോകത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അത് ഉൽപ്പത്തി മുതൽ ആരംഭിച്ച് മാലാഖി എന്ന് പറയുന്നതായ ചെറുപ്രവാചകന്റെ പ്രവചന ഗ്രന്ഥത്തോടു കൂടി സമവസാനിക്കുകയാണ്. പിന്നീട് ബൈബിളിന്റെ 2ാമത്തെ ഭാഗം ആരംഭിക്കുന്നത് മത്തായി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പേരോടുകൂടിയാണ്. അതിന്റെ അവസാനം നിലനിൽക്കുന്നത് യേശുവിന്റെ തിരുമാറിൽ ചാരി അവന്റെ ഹൃദയസ്പന്ദനം നന്നായി മനസ്സിലാക്കിയ സ്നേഹത്തിന്റെ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈജിയൻ ദ്വീപിൽ വെച്ച് ലഭിക്കപ്പെട്ട വെളിപ്പാടിന്റെ വിശദീകരണം എന്ന് പറയുന്ന വെളിപ്പാട് പുസ്തകത്തിൽ കൂടെയാണ്. ആകെ 66 പുസ്തകം. പഴയ നിയമ പുസ്തകത്തിനും പുതിയ നിയമ പുസ്തകത്തിന്റെയും രചനയ്ക്കും അവസാനത്തിനുമിടയിൽ ഒരു 400 വർഷത്തെ ഒരു ഇടവേള ഉണ്ടായിരുന്നുവെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുമ്പോൾ ആ ഇടവേളയിൽ സംഭവിക്കപ്പെട്ട കാര്യവുമായി യേശുക്രിസ്തുവിന്റെ ജനനത്തിന് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അതും ഏതാനും ചില വാക്കുകളിൽ ഓർപ്പിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. യേശുക്രിസ്തു പിറന്നു വീഴുന്ന ആ കാലഘട്ടം സാമ്രാജ്യത്തിന്റെ വ്യവസ്ഥകൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കരുത്തരായ സാമ്രാജ്യ വ്യവസ്ഥയായിരുന്നു റോമൻ സാമ്രാജ്യം, ഇന്നത്തെ ഇറ്റലി. റോമൻ സാമ്രാജ്യം ഉദയം ചെയ്യുന്നതിന് മുമ്പ് അലക്സാണ്ടർ എന്ന് പറഞ്ഞതായിരിക്കുന്ന മനുഷ്യന്റെ ഗ്രീസ് സാമ്രാജ്യം നിലനിന്നിരുന്നു. അതിന് തൊട്ടുമുമ്പ് പേർഷ്യൻ സാമ്രാജ്യം നിലനിന്നിരുന്നു. അതിന് തൊട്ടുമുമ്പ് ബാബിലോൺ സാമ്രാജ്യം നിലനിന്നിരുന്നു. അങ്ങനെ സാമ്രാജ്യങ്ങളുടെ ചരിത്രത്തിലെ താളുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. റോമൻ സാമ്രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? യാതൊരു ദയവുമില്ലാതെ മനുഷ്യനെ
പച്ചയ്ക്ക് കത്തിക്കുന്ന, വളരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന, കുറ്റം ചെയ്തവർ യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ മരണത്തിന്റെ അവസ്ഥകളിലേക്ക് പീഡനമുറയിൽ കൂടെ കടത്തിവിടുന്ന കിരാതമായ ഭരണവ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം. കണ്ണിൽ കാണുന്ന കാര്യത്തിനെല്ലാം കരം ചുമത്തി സാധാരണപ്പെട്ട ജനങ്ങളെ കഠിനമായി പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടം. ചക്രവർത്തി ആരാധന രാജ്യത്തുടനീളം വ്യാപരിക്കുന്ന ഒരു കാലഘട്ടം. യെരൂശലേം ആലയത്തെ വാണിജ്യ കേന്ദ്രമാക്കി തീർത്തിരുന്ന ഒരു കാലഘട്ടം. മന്ത്രവാദികൾക്കും ആവാസന്മാർക്കും വ്യഭിചാരികൾക്കും ഒക്കെ അവിരാമം സഞ്ചരിക്കുവാൻ സ്വാതന്ത്ര്യം ലഭിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. മതത്തിന്റെ മാതാവായിരിക്കുന്ന യഹൂദ മതവുമായി ബന്ധപ്പെട്ട് കിരാതമായിരിക്കുന്ന ജീർണിച്ച മതവ്യവസ്ഥകൾ അത് ഒരു മുഖമുദ്രയാക്കി തീർക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. അങ്ങനെ വളരെ പ്രത്യേകം നിറഞ്ഞതായ ഒരു കാലഘട്ടമായിരുന്നു യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ദൈവപുത്രനായിട്ട് അവതരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു ചില പ്രത്യേകതകളുമുണ്ട്. യഹൂദ മതത്തിന്റെ കെയർ ഓഫിൽ ദേശീയതയ്ക്ക് വേണ്ടി, സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി, ആലയത്തിന് വേണ്ടി, അവരുടെ മത ഗ്രന്ഥമായിരിക്കുന്ന തോറയ്ക്ക് വേണ്ടി ശക്തമായിരിക്കുന്ന വിപ്ലവം തീർക്കുന്ന മക്കാബിയർ എന്ന് പറയുന്ന ഒരു കൂട്ടം സമൂഹത്തിന്റെ തീവ്രവാദ സംഘടനകളുടെ ആ പ്രവർത്തനങ്ങൾ തേരോട്ടം നടന്നത് ഒരു കാലഘട്ടം കൂടെ ഇതിന്റെ ഇടനാഴിയിൽ സംഭവിക്കപ്പെട്ടിട്ടുണ്ട്. ആകെ കൂടെ പറഞ്ഞാൽ രാഷ്ട്രീയപരമായും മതപരമായും സാമൂഹികപരമായും സാംസ്കാരികപരമായും ഒക്കെ മനുഷ്യൻ വല്ലാത്ത ജീവിതത്തിന്റെ ജീർണിച്ച, മത്തുപിടിപ്പിക്കുന്ന, നാളെയെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് വല്ലാത്ത മനസ്സ് നീറപ്പെടുന്ന, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ദുർഗതിയുടെ അനുഭവത്തിൽ കൂടെ പ്രതീക്ഷകളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കാണുന്നത്. ആ വെളിച്ചം ലോകത്തിന്റെ ഗതിരവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, മർക്കോസ് ഈ സംഭവത്തെ രേഖപ്പെടുത്തുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത യേശു ക്രിസ്തു തന്റെ പ്രസംഗത്തിൽ കൂടെ പ്രസ്താവിച്ചിട്ടുണ്ട്. യെരൂശലേം എന്ന് പറയുന്നതായിരിക്കുന്ന ആ നാട്ടിനെ, യഹൂദൻ എന്ന് പറഞ്ഞ ജാതിയുടെ തകർച്ചയും അവരുടെ ആരാധനയുടെ സ്ഥിരാകേന്ദ്രമായ യെരൂശലേം ആലയത്തിന്റെ വീഴ്ചകളുമൊക്കെ സംഭവിക്കാൻ പോകുന്ന, വിദൂര ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ചുള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ആ കാലഘട്ടം. ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ ഇവിടെ പ്രസ്താവിക്കുമ്പോൾ ഇന്നത്തെ പാലസ്തീൻ യുദ്ധമൊക്കെയായി ഇതിനൊക്കെ എവിടേക്കോ ഒരു ഇടയടപ്പുമുണ്ടെന്നുള്ള കാര്യം കൂടെ വേദപഠിതാക്കൾക്കും വചനധ്യാനം നടത്തുന്ന ആളുകളും മനസ്സിലാക്കിയിരിക്കണമെന്നും കൂടെ ഓർപ്പിച്ച ഭാഗത്തും ഞാൻ തൽക്കാലമായി വിട പറയുകയാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ മനുഷ്യൻ വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി ആ കാലഘട്ടത്തിൽ നടക്കുന്നത്. യേശുവിന്റെ സുവിശേഷത്തിന്റെ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറയുമ്പോൾ ഒരവസാനം എവിടെയോ നടന്നിട്ടുണ്ട്. എന്തായിരുന്നു അവസാനം? എന്തായിരുന്നു അതിന്റെ കാരണം? ഒന്ന് അവസാനിച്ചപ്പോൾ മറ്റൊന്ന് ആരംഭിച്ചു. ഇന്ന് രാത്രിയിൽ ഈ ചരിത്ര സത്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിളംബരം ചെയ്യുന്നതിനിടയിൽ ഒരു സെക്കൻഡ് നിർത്തിയിട്ട് ദേശത്തോട് ഞാൻ ഒരു ദൂത് പറയുവാൻ, അഥവാ ഒരു സ്പെഷ്യൽ സന്ദേശം പറയുവാൻ താല്പര്യപ്പെടുന്നു. ഒന്ന് അവസാനിച്ചിട്ട് മറ്റൊന്ന് ആരംഭിക്കണമെന്നുള്ള ചരിത്ര വിശദീകരണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കും. പാപമംഗലമായ ജീവിതം അവസാനിക്കുന്നിടത്ത് ഏറ്റവും മനോഹരമായ ഒരു പുതിയ പുലരി നിനക്ക് വേണ്ടി ദൈവം തുടക്കം കുറിക്കുവാനായി ആഗ്രഹിച്ചിട്ടുണ്ട്. പാപത്തിന്റെ അവസാനം എങ്ങനെ സംഭവിക്കുന്നു? യേശു ക്രിസ്തുവിൽ കൂടെ. പുതിയ ജീവിതത്തിന്റെ വ്യവസ്ഥകൾ, നടപടിയുടെ പടവുകൾ എങ്ങനെ ആരംഭിക്കുന്നു? യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൽ കൂടെ. ഇന്ന് രാത്രിയിൽ മത്തായി ആണെങ്കിലും, മറിയയാണെങ്കിലും, മമ്മദാണെങ്കിലും, മാധവനാണെങ്കിലും, സ്നേഹപുരസ്സരെ എനിക്ക് താങ്കളോട് ഓർപ്പിക്കാൻ ഒരു കാര്യം, താങ്കളുടെ ജീവിതത്തിന്റെ ഗതിമുട്ടിയ അവസ്ഥകളിൽ ലക്ഷ്യമില്ലാത്തതായിരിക്കുന്ന ഒരു യാത്രയാണ് താങ്കളുടെ ജീവിത പടകൾ നടത്തുന്നത് എങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ, ഒരു പുതിയ തീരത്തടയ്ക്കുവാൻ, താങ്കൾ ഇതുവരെ അനുഭവിച്ചതായ നരകതുല്യമായ ജീവിത വ്യവസ്ഥകൾക്ക് എന്നേക്കുമായി തിരിച്ചറിയിടുവാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ഗ്രാമത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് വിളംബരം ചെയ്യുവാൻ ഞാൻ ഈ വേദിയെ ഇവിടെ ഉപയോഗിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ ഹല്ലേലൂയ പറയാം. അപ്പോൾ യേശു ക്രിസ്തു പിറന്നു വീഴുന്നതിന് മുമ്പ് എന്താണ് അവസാനിച്ചത്? ഒന്നാമത്തെ കാര്യം, ന്യായപ്രമാണത്തിന്റെ അവസാനം നടന്നു. ന്യായപ്രമാണത്തിന്റെ അവസാനം എവിടെയാണ്? ന്യായപ്രമാണത്തിന്റെ ആരംഭം സീനായിയുടെ മാമലമുകളിൽ മോശ എന്ന് പറയുന്ന മനുഷ്യനിൽ കൂടി രചിതമായ
മനോഹരമായ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു നിയമസംഹിത, 10 കൽപ്പനകളും അതിന്റെ ഉപവിഭാഗങ്ങളുമായി നിലകൊള്ളുന്ന യഹൂദന്റെ തോറ എന്ന് പറയുന്ന മനോഹരമായ പുസ്തകം. ന്യായപ്രമാണം ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികൾ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെ മറ്റ് ഇതര ജാതികളിൽ നിന്നും സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന മനോഹരമായ ഒരു ധാർമ്മികതയുടെ പ്രമാണം ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തിന്റെ പുകഴ്പെറ്റ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർ, പുരോഹിതന്മാർ, രാജാക്കന്മാർ, ന്യായാധിപന്മാർ ഈ വഴിത്താരയിൽ കൂടെയെല്ലാം കടന്നുപോയിരുന്നു. അവരെല്ലാം അവർക്ക് ലഭിച്ചതായിരിക്കുന്ന കാലപരിയിൽ നിന്നുകൊണ്ട് സർവ്വേശ്വരനായ ദൈവത്തിന്റെ നാമത്തിൽ ദൈവം അവരെ ഏൽപ്പിച്ചതായ ശുശ്രൂഷകൾ മനോഹരമായും അപ്പോൾ തന്നെ വളരെ വികലമായ നിലകളിലും ജനത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു. പക്ഷേ അവർ ആവിഷ്കരിച്ച, അവർ നടപ്പാക്കിയ ഒരു ഭരണ സംവിധാനങ്ങളും മതാചാര അനുഷ്ഠാനങ്ങളും മനുഷ്യന്റെ ജീവിതത്തിൽ വിമോചനത്തിന് തിരിതെളിച്ചിരുന്നില്ല എന്നതൊരു തെളിവായിരുന്നു യേശു ക്രിസ്തുവിന്റെ പിറവിയുടെ ആരംഭത്തിന് കാരണമായി തീർന്നത്. നീ കണ്ടുപിടിച്ചതായ മാർഗങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി ഇതുവരെയും ഉപകാരപ്പെട്ടിട്ടില്ല എങ്കിൽ കത്തിച്ചു കൂട്ടിയ വെളിതിരികളോ വലിച്ചെറിഞ്ഞതായിരിക്കുന്ന നാണയ തുട്ടുകളോ ഉരുണ്ട് നേർച്ച അടക്കമുള്ളതായ മറ്റ് നേർച്ച കർമാദികളോ നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തിനും രക്ഷയ്ക്കും വിമോചനത്തിനും തലമുറകളുടെ മാറ്റത്തിനും ഒരു കാരണമായില്ലെങ്കിൽ ഇതാ പണം മുടക്കില്ലാതെ, മെഴുകുതിരിയുടെ വിളക്കുകൾ വെട്ടങ്ങളില്ലാതെ, ഉരുണ്ട നേർച്ചകൾ നടത്താതെ, മറ്റ് യാതൊരു കർമാദികളുമില്ലാതെ ഇരിക്കുന്ന ഇരിപ്പിൽ നിൽക്കുന്ന നിൽക്കുന്നത് യേശുവേ ദൈവപുത്ര എന്നോട് കരുണ തോന്നി, എന്റെ ജീവിതത്തിന്റെ ഈ അവസ്ഥകൾക്ക് ഒരു മാറ്റം ഒരുക്കി, ഈ സമൂഹത്തിന് മുമ്പിൽ, ഞാൻ ജനിച്ച് ജീവിക്കുന്ന സാഹചര്യത്തിന് മുമ്പിൽ എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിച്ച് സഹായിക്കണമേ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഭീമായുടെ മകനായ ബർത്തിമാരെ നിലവിളിക്ക് മുമ്പിൽ അടുത്തു വന്ന് അവന് കാഴ്ച കൊടുത്ത ദൈവം നിന്റെ ജീവിതത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. എവിടുന്നാണ് എനിക്ക് ഉറപ്പ് ലഭിക്കപ്പെട്ടത്? പുസ്തക പാരായണത്തിൽ നിന്നുമല്ല, ജീവിതത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നും. ഒരു നല്ല സീസൈ കുടുംബ പശ്ചാത്തലം ജനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്റെ അമ്മ പള്ളിയിലെ നല്ല പാട്ടുകാരിയാണ്. എന്റെ അപ്പൻ നല്ല കായിക അഭ്യാസിയാണ്. ചെറിയ കൃഷികൾ നടത്തുകയും ചെറിയ ബിസിനസ്സുകൾ ചെയ്ത ഒരു ഹൈറേഞ്ച് നിവാസി. എന്റെ അമ്മയ്ക്കും അപ്പനും ഞാൻ ശ്രീമന്ത പുത്രനാണ്. നല്ല വിദ്യാഭ്യാസം തരുവാൻ അവരാവോളം ശ്രമിച്ചു. അത്യാവശ്യ വിദ്യാഭ്യാസം ഞാൻ പ്രാപിച്ചു. എന്റെ അധ്യാപകരും എന്റെ മാതാപിതാക്കന്മാർ എനിക്ക് തന്ന കാഴ്ചപ്പാടുകളുടെ ബന്ധത്തിൽ എന്റെ കഴിവുകളും എന്റെ കായിക മികവുകളൊക്കെ മനസ്സിലാക്കി ഞാനൊരു പോലീസ് ഓഫീസറായി തീരണമെന്നുള്ള, കുറേപക്ഷം ഒരു ഡിവൈഎസ്പി ആകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അവരെന്നെ ഉപദേശിച്ചു, അവരെന്നെ പരിശീലിപ്പിച്ചു, അവരെന്നെ പഠിപ്പിച്ചു. പക്ഷേ എന്റെ ജീവിതയാത്രയിൽ എന്റെ പ്രായത്തിന്റെ ചാബല്യങ്ങൾക്ക് മുമ്പിൽ, തെറ്റായ അറിവുകൾക്ക് മുമ്പിൽ, കൂട്ടുകെട്ടുകൾക്ക് മുമ്പിൽ ആ പട്ടത്തിൽ നിന്നും നൂൽ പൊട്ടിപ്പോയപ്പോൾ ആ പട്ടം വിദൂരിലേക്ക് പറന്നു പോകുന്നത് പോലെ എല്ലാവരുടെയും സ്വപ്നങ്ങളെ തകിടം മറിച്ചുകൊണ്ട് കൗമാരത്തിന്റെ യുവനത്തിലേക്ക് പ്രവേശിക്കുന്ന എന്റെ ജീവിതം അപസഞ്ചാരം ചെയ്യുവാൻ തുടങ്ങി. നാട്ടുകാർക്കും എന്റെ വീട്ടുകാർക്കും ഞാനൊരു വേദനയായി, പോലീസുകാർക്ക് ഞാനൊരു നോട്ടപ്പുള്ളിയായി തീർന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രോത്സാഹനത്തിന് വേണ്ടി മുൻപ് നിന്നുകൊണ്ട് എല്ലാ ലാഭങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. കലാ കായിക മേഖലയിൽ 5 വയസ്സ് മുതൽ ഞാൻ വളരെ പ്രാവീണ്യം തെളിയിച്ചു. പക്ഷേ അതൊന്നും എന്റെ ജീവിതത്തിന്റെ ഹൃദയ സമാധാനത്തിന്, ജീവിത ലക്ഷ്യത്തിന് ഒരു പര്യാപ്തമായി തീർന്നില്ല. പിന്നെ എവിടെയാണ് എന്റെ ജീവിതം വിട്ടിരിക്കുന്ന വസ്ത്രം പോലെ പരിപാലനമായി തീർന്നത്? എന്റെ അമ്മയ്ക്ക് ഞാൻ നല്ലൊരു മകനായി തീർന്നത്, എന്റെ മക്കൾക്ക് നല്ലൊരു പിതാവായി തീർന്നത്, എന്റെ ഭാര്യയ്ക്ക് ഞാൻ നല്ലൊരു ഭർത്താവായി തീർന്നത്, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ ഏറ്റവും ബഹുമാനിതനായ ഒരു ചെറുപ്പക്കാരനായി തീർന്നത്, നൂറുകണക്കിന് ആളുകളുടെ ആത്മാവിന്റെ വിമോചനത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി ഒരു കാരണമായി തീർന്നത് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ, യേശുവിനെ ഞാൻ സ്വീകരിച്ചപ്പോൾ. അല്ലയോ സ്നേഹിത, ഈ ശബ്ദ ശ്രവണ സീമകൾക്കുള്ളിൽ, വഴിയോരങ്ങളിൽ, വീട്ടുവാതിൽക്കലിൽ, വാഹനത്തിൽ ഇരുന്നൊക്കെ ശ്രദ്ധിക്കുന്ന മാന്യപ്രിയപ്പെട്ടവനെ, നിങ്ങൾ കൊട്ടാരത്തിലാണോ ജനിച്ചത്, കുടിയിലാണോ ജനിച്ചത് ഒന്നുമല്ല ഞാൻ ഇവിടെ ചോദിക്കുന്നത്. നിങ്ങൾ കറുത്തവനാണോ വെളുത്തവനാണോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ PhD എടുത്ത വ്യക്തിയാണോ, ബാങ്കിൽ ഇട്ടുമൂടാറുള്ളതായ പണം സ്വരൂപിച്ചിട്ടുള്ള ഒരു നാനാട്ടിനാണോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഒറ്റ ചോദ്യം, നിന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടോ? നിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ? നിന്റെ കുടുംബം ഒരു ആനന്ദകരമായ ഒരു അനുഭവമാണോ? അല്ല, അല്ല, അല്ല. അറിഞ്ഞും മറിയാതെ ചെയ്തു പോയ കുറ്റബോധത്തിന്റെ തളവറിയിൽ പെട്ടുഴലുന്ന ഒരു പഥികനാണ് ഞാൻ. രക്ഷപ്പെടുവാൻ ആഗ്രഹിച്ചിട്ട് രക്ഷപ്പെടുവാൻ കഴിയാതെ എന്റെ കാലിൽ ഒരു വലിയ ഇരുമ്പ് ചങ്ങല കൊണ്ട് വലിയ
ഒരു അടിമയാണെന്ന് പറയാനല്ലേ നിനക്ക് കഴിയൂ. എന്നാൽ ഇന്ന് രാത്രി ചെവി തുറന്ന് കേട്ടുകൊള്ളുക. ഇവിടെ മുടങ്ങുന്നതിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശമാണ്. ഇനി നീ അടിമത്തത്തിൽ കിടക്കേണ്ടതില്ല. ഇനി നീ ജയിലിനുള്ളിൽ കിടക്കേണ്ടതില്ല. ഈ ഭാരമുള്ള ചങ്ങലകൾ നീ വഹിച്ച് നടക്കേണ്ടതില്ല. മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ദുശീലങ്ങളുടെയും സ്വഭാവ ദൂഷ്യത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒക്കെ ആ മാലിന്യ കൂമ്പാരത്തിൽ നീതി തുറക്കേണ്ടതായിട്ടില്ല. ഇതാ ഒരു പുതിയ ആകാശം നിനക്ക് മുമ്പിൽ ദൈവം തുറക്കുകയാണ്. ഒരു പുതിയ വാതിൽ നിനക്ക് മുമ്പിൽ ദൈവം തുറക്കുകയാണ്. നീ ആരുമായിക്കൊള്ളട്ടെ സ്നേഹിത, ഓടിവാ. ഇന്ന് രാത്രി യേശു നിന്നെ മാറി വിളിക്കുകയാണ്. യേശു നിനക്ക് വേണ്ടി കൈനീട്ടി നിൽക്കുകയാണ്. ഈ ഭൂമിയിൽ അവൻ അവതരിച്ചത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ അമ്മ അടക്കമുള്ളതായിരിക്കുന്ന മാരകമായ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അമ്മയെ നിന്റെ മകൻ ലക്കുകെട്ട ജീവിതം ചെയ്തുവെങ്കിൽ നിന്റെ പാരമ്പര്യം കൊണ്ട് എന്താണ് അർത്ഥമുള്ളത്? നിന്റെ പ്രാർത്ഥന കൊണ്ട് എന്താണ് അർത്ഥമുള്ളത്? ഇട്ടുകൂടാൻ പണമുണ്ട്, ചുറ്റി ഉടുക്കുവാൻ പട്ട് സാരിയുണ്ട്, വാരി തൊടുവാനുള്ളതായ പൗഡറും കുറികളും ഒക്കെയുണ്ട്. പക്ഷേ ഹൃദയം ശൂന്യമല്ലേ? ജീവിതം അർത്ഥശൂന്യമല്ലേ? കരയുകയല്ലേ? ഉറങ്ങാൻ കഴിയുന്നില്ലല്ലോ. നിനക്ക് നല്ല ഉറക്കം തരാൻ, സമാധാനം ഉണ്ടാക്കാൻ, നീ ആഗ്രഹിച്ച നിലവാരത്തിലേക്ക് നിന്റെ മകൻ വരാൻ എന്റെ അമ്മയുടെ കണ്ണുനീരെ കണ്ടവൻ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്റെ അമ്മയ്ക്ക് നല്ല മകനായി തിരിച്ചു കൊടുത്തവൻ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നുവെങ്കിൽ ഇന്ന് രാത്രി അവരുടെ ഹൃദയം തുറന്ന് സ്വീകരിക്കൂ. യേശു നിന്നെ സഹായിപ്പാൻ ശക്തനാണ്. കരമുയർത്തി കർത്താവ് ഒരു ഹല്ലേലൂയ. ന്യായപ്രമാണം മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നില്ല. ആയിരം കാളക്കൂറ്റന്മാരുടെ ഗിടങ്ങൾ ഛേദിച്ചുകൊണ്ട് പുഴ പോലെ ഒഴുകിയിരുന്ന അവരുടെ രക്തം ഈ ഭൂമിയെ മുഴുവൻ മലിനപ്പെടുത്തി ആലയത്തെ മുഴുവൻ ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് മാറ്റി. പണമുള്ളവന്റെ കൈക്കരുത്തനുസരിച്ചുള്ളതായ യാഗമൃഗമായി ആലയത്തിലേക്ക് വരുന്നതായിരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നു. ഒട്ടും പണമില്ലാത്തവർ 2 കാശ് വില കൊടുത്ത് ഒരു കുരികിനെ വാങ്ങിയിട്ട് പാപത്തിന് പരിഹാരം നടത്തുന്നതായ ഗതികെട്ട സാഹചര്യത്തിലേക്ക് വരെ ആ സമൂഹം അസ്തമിച്ചു നിൽക്കുകയാണ്. എങ്ങനെയാണ് യാഗവ്യവസ്ഥ ഉണ്ടായത്? ഈ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ. എങ്ങനെയാണ് ആചാരങ്ങൾ ഉണ്ടായത്? ഈ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ. എങ്ങനെയാണ് ആലയ സംവിധാനങ്ങൾ ഉണ്ടായത്? ഈ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ. ഒടുവിൽ ആരാധന കേന്ദ്രമായിരിക്കുന്ന ആലയങ്ങൾ എങ്ങനെ വാണിജ്യ കേന്ദ്രമായി തീർന്നു? ഈ ന്യായപ്രമാണത്തിന്റെ അധപ്പതനത്തോടുകൂടെ. അപ്പോൾ ന്യായപ്രമാണത്തിന് തിരികൊളുത്തിയ സർവശക്തനായിരിക്കുന്ന ദൈവം തിരുഹൃദയത്തിലൊരു കാര്യം തീരുമാനിച്ചു, അതങ്ങോട്ട് ആവിഷ്കരിച്ചു. ന്യായപ്രമാണം അവസാനിപ്പിക്കുക, ന്യായപ്രമാണത്തിന് തിരിച്ചറിയിടുക, ന്യായപ്രമാണ വ്യവസ്ഥയിലുള്ളതായിരിക്കുന്ന ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നടക്കുന്ന ആലയം അങ്ങോട്ട് പൂട്ടിക്കുക, ആത്മാവിൽ ആരാധിക്കുന്ന ഒരു നവസമൂഹത്തെ പടുത്തുയർത്തുക, പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുന്ന ഒരു സമൂഹത്തെ ഈ ലോകത്തെ സൃഷ്ടിച്ചെടുക്കുക. അതിന് ദൈവം എന്ത് ചെയ്തു? ന്യായപ്രമാണം ഒന്ന് അവസാനിപ്പിക്കണം. എവിടെ അവസാനിപ്പിക്കണം? ദൈവം തന്റെ തിരുഹൃദയത്തിൽ തീരുമാനിച്ച തീരുമാനത്തിന്റെ പരിണതഫലമായി ഒരുവനെ അവൻ കണ്ടുപിടിച്ചു. യോഹന്നാൻ സ്നാപകൻ. അവനാരാ? ലേവി ഗോത്രത്തിൽ പിറന്ന ഒരു അതുല്യനായിരിക്കുന്ന ആത്മീയ ആചാര്യൻ, കനത്ത ശബ്ദമുള്ളവൻ, ആദർശ ധീരമായിരിക്കുന്ന സ്വഭാവ പ്രക്രിയകൾ വെച്ചു പുലർത്തുന്നവൻ, ശക്തമായിരിക്കുന്ന പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവൻ, മരുഭൂമി പ്രദേശങ്ങളിൽ ഏകനായി പാർത്തുകൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാടുകൾ പ്രാപിച്ചെടുക്കുന്ന ഒരു താമസൻ യോഹന്നാൻ സ്നാപകൻ. യേശുവിന്റെ അമ്മയുടെ ഒരു കസിന്റെ മകനായിട്ട് യോഹന്നാൻ സ്നാപകൻ ജനിക്കുകയാണ്. അപ്പനൊരു പുരോഹിതൻ, അമ്മ മനോഹരമായിരിക്കുന്ന ജീവിത വ്യവസ്ഥകൾക്ക് ചുക്കാൻ പിടിക്കുന്ന വളരെ ഭക്തയായിരിക്കുന്ന ഒരു സ്ത്രീ. അവർ ദാമ്പത്യ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴും അവർക്ക് ലഭിക്കപ്പെട്ടതായ ആ ആത്മീയ ശുശ്രൂഷകൾക്ക് യാതൊരു കളങ്കവും വരുത്താതെ പ്രായത്തിന്റെ സായാഹ്ന കാലഘട്ടം വരെ ഏറ്റവും പവിത്രമായ വ്യവസ്ഥയിൽ ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുമ്പിൽ മാതൃകാപരമായി ജീവിതം ചെയ്ത അതുല്യരായിരിക്കുന്ന ആത്മീയ ദമ്പതികൾ. അവർ ദൈവത്തെ പരമാർത്ഥ ഹൃദയത്തോടുകൂടി സേവിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ ഒരു നോവായി, ഒരു ദുഃഖമായി, ഒരു പേടിപ്പെടുത്തലിന്റെ ചിന്തയായി ഒരു കാര്യം മുട്ടിട്ടിരുന്നു. അതവർ ആരോടും പങ്കുവെച്ചില്ല. ആ കാര്യം പറഞ്ഞ് ദൈവത്തെ അവർ ചോദ്യം ചെയ്തില്ല. ആ കാര്യം പറഞ്ഞ് പരസ്പരം അവർ അവഹേളിച്ചില്ല. നീ മച്ചയാണെന്ന് ഭർത്താവിനെ നോക്കി, ഭർത്താവ് ഭാര്യയെ നോക്കി ആക്ഷേപിച്ചില്ല. നിങ്ങളുടെ കുറ്റമാണ്, നിങ്ങളുടെ കൂടെ വന്നതുകൊണ്ടാണ് എന്റെ ജീവിതം എങ്ങനെ അപമാനം
എഴുതിയില്ല. ഒരുമിച്ച് എല്ലാറ്റിനുമായി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് രാത്രി ഈ അങ്കണത്തിൽ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് പ്രസ്താവിക്കാം. ആമേൻ. നിങ്ങൾ കടന്നു പോകുന്ന ജീവിത വ്യവസ്ഥകളിൽ എല്ലാ പ്രാർത്ഥനയ്ക്കും ഒരുപക്ഷെ എല്ലാ കാലഘട്ടത്തിലും മറുപടി ലഭിച്ചിരുന്നു വരാം. പക്ഷേ മറുപടി ലഭിച്ചില്ലെന്ന് കരുതി ദൈവം എന്ന് പറയുന്ന ഒരു സത്യം ഇല്ലാതെ വരികയില്ല. ആമേൻ. അതുപോലെ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ലെന്ന് കരുതി നിങ്ങൾ ഒരു ദൈവ പൈതൽ അല്ലാതെ പോകുകയുമില്ല. എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി തരാത്തതിന്റെ കാരണം ഒരു നാളിൽ നിനക്ക് ഒരു മറുപടി തരുവാൻ ദൈവം ഒരു സമയം നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിന് ഹല്ലേലൂയ പറയാം. മനസ്സിലാകുന്നില്ലെങ്കിൽ പറയാൻ പ്രസംഗം നിർത്താം. 4 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. നാളെ കുമളിയിലാണ് എനിക്ക് മീറ്റിംഗ്. അപ്പോൾ അവിടെ ചെല്ലേണ്ടതാണ്. പ്രസംഗിക്കാൻ ഒരു ബുദ്ധിയുള്ള ഒരാളല്ല. മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാകുന്നില്ലെന്ന് പറയാം. വേറൊരു പ്രസംഗം പ്രസംഗിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രസംഗിക്കാം. പക്ഷേ ഈ രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ പാസ്റ്റർ പ്രസംഗിച്ചോ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാമെന്ന് പറയണം. അതായിരുന്നു സക്കറിയാവിന് അവർ കൊടുത്തതായ സപ്പോർട്ട്. സക്കറിയാവും എലിസബത്തും ആലയത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ ജനമെല്ലാം പുറത്ത് കോട്ടുവാറിട്ട് കാണിച്ചു, വാച്ച് നോക്കി കാണിച്ചു, ബൈബിളിന്റെ സിമ്പടച്ച് കാണിച്ചു എന്നല്ല, ജനമെല്ലാം പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുക, കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ആലയത്തിനകത്തലങ്ങൾ ദൂതനിറങ്ങി വന്നു. ആലയത്തിനകത്തലങ്ങൾ ദൂതനിറങ്ങി വന്നു. ആ ഭക്തനായ മനുഷ്യനോട് ഗബ്രിയേൽ പറയുകയാണ്, ഭാരപ്പെടേണ്ട, നിനക്കൊരു മകനെ തരാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. കാര്യം ആത്മീയ പാരമ്പര്യങ്ങളും പറയാൻ ഒത്തിരി പ്രശംസപരമായ കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്നൊരു ദൂത് കേട്ടപ്പോൾ പുള്ളിക്ക് അങ്ങ് അംഗീകരിക്കാൻ ഒരു മനസ്സുണ്ടായില്ല. കാരണം അസാധ്യമാണ്. ശരീരത്തിൽ അങ്ങനെയാണ്. അത്തരത്തിലുള്ള പ്രായത്തിൽ കൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രതീക്ഷയുമില്ല, യാതൊരു പ്രതീക്ഷയുമില്ല. ബഹുമാനപ്പെട്ട ഷാജി പാസ്റ്റർ ഇന്ന് ഉച്ചയൂണിന് ശേഷം എന്നോട് പങ്കുവെച്ച തന്റെ ജീവിത കഥയിലെ ഒരു ഭാഗം എന്റെ ഹൃദയത്തെ വല്ലാതെ ഉടക്കി വലിച്ചു. അദ്ദേഹത്തിന്റെ ഉദരത്തിൽ പെട്ടെന്നൊരു അസ്വസ്ഥതയുണ്ടായി. പിതാവ് ക്യാൻസർ രോഗത്താൽ പിടിക്കപ്പെട്ട് മരണശയ്യയിൽ വിശ്രമിക്കുന്നു. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ മരണവും ജീവനുമായി മൽപ്പിടുത്തം നടത്തുന്ന പിതാവിനെ ആ കണ്ടുകൊണ്ട് താൻ തിരക്കിലായിരിക്കുമ്പോഴാണ് ഉദരത്തിൽ ധരിക്കപ്പെട്ട വേദന അനുഭവിക്കുന്നത്. അന്ന് എന്റെ നാട്ടിലാണ് അദ്ദേഹം ശുശ്രൂഷിക്കുന്നത്. ആ വേദനകൾ വെച്ച് താൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. തന്റെ കൂട്ടുവിശ്വാസികൾ പ്രബുദ്ധരായ ദൈവസ്നേഹമുള്ള സന്നദ്ധ മനസ്സുള്ള ആളുകളായതുകൊണ്ട് തന്റെ പിതാവിന് ഒരു കൂട്ടം ആളുകൾ അവിടെയും നോക്കി, തന്റെ ഹോസ്പിറ്റലിൽ വന്ന് മറ്റൊരു കൂട്ടർ നോക്കി. അങ്ങനെ ഹോസ്പിറ്റലിൽ നിശ്ചാതനായി താൻ ഭവനത്തിൽ വന്നപ്പോൾ പിതാവ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ആ തിരക്കിടയിൽ തന്റെ ശാരീരിക അവസ്ഥകളെ കുറിച്ച് താൻ മറന്നുപോയി. പക്ഷേ എല്ലാ തിരക്കും കഴിഞ്ഞപ്പോൾ താൻ ഒരു നിത്യരോഗിയായി തീർന്നു. മരണത്തിരക്ക് മുമ്പിൽ ഭാഗത്ത് നിൽക്കുകയാണ്. എൻ്റെ അമ്മച്ചി കിടന്നു മരിച്ച അതേ ഹോസ്പിറ്റലിൽ അദ്ദേഹം അവസാനത്തെ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് മരണത്തിന് മുമ്പിൽ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഇരിക്കുന്ന പാസ്റ്റർമാരെ പോലെ അനുഗ്രഹീതനായ ഒരു ദൈവത്തിൽ തൻ്റെ അടുക്കൽ കടന്നു വന്ന് ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തപ്പോൾ അവിടെ ആരംഭിച്ച പുതിയ പണി ഇന്ന് ഇങ്ങനെ ഇവിടെ നമുക്ക് മുമ്പിൽ വരാൻ ദൈവം അദ്ദേഹത്തിന് ആയുസ് കൊടുത്തു. ആ ദൈവം ഇന്നും ഇവിടെ ജീവിക്കുന്നുണ്ട്. ആ ദൈവം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഇടം പ്രവർത്തിപ്പാൻ സന്നദ്ധനായിട്ട് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് സക്കറിയാവും വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ട് കാണിച്ചു. ദൈവം അവൻ അടയാളം കൊടുത്തു. അടയാളത്തിന് പരിണിതമായി ലഭിക്കപ്പെട്ട മകനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞതായിരിക്കും സാക്ഷ്യം എങ്ങനെയായിരുന്നു? അവൻ ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു. നിങ്ങൾ അല്പസമയം അവന്റെ വെളിച്ചത്തിൽ നടക്കുവാനായി ആഗ്രഹിച്ചു, പക്ഷേ അവൻ പോയി മറിഞ്ഞു. അവൻ തടവിലായിട്ട് കേട്ടപ്പോൾ യേശു രംഗപ്രവേശനം ചെയ്തു. താൻ വിളംബരം ചെയ്തു, കാലം തെളിഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുക. ന്യായപ്രമാണത്തിന്റെ തിരശ്ശീല വീണപ്പോൾ പുതിയ നിയമത്തിന്റെ വക്താവായ യേശു ക്രിസ്തു ഉദയം ചെയ്തു. ന്യായപ്രമാണത്തിന്റെ ചെറുവിളക്കളഞ്ഞപ്പോൾ പുതിയ നിയമത്തിന്റെ ആത്മാവിന്റെ പ്രമാണത്തിന്റെ കാലഗതി അവൻ ഉദയം ചെയ്തു. സ്വത്രം
പ്രസംഗം മാറ്റി ഒരു ഉണർവായെങ്കിലും നമുക്ക് കൈയടിച്ച് കുറച്ച് സമയം ഒന്ന് ആരാധിക്കാൻ കുറച്ച് അന്വേഷയൊക്കെ പറഞ്ഞു. സ്വന്തം. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എവിടെ ആരംഭിച്ചു? ന്യായപ്രമാണം അവസാനിച്ചു. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ അവസാനം എന്താണ്? യേശു ക്രിസ്തു വിളംബരം ചെയ്ത തന്റെ പ്രഥമ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, കാലം തിരിഞ്ഞു, കാലം പൂർത്തീകരിക്കപ്പെട്ടു, സമയം തീർന്നു. സമയം തീർന്നു. ശരിയാ, സമയം തീർന്നു. കർത്താവ് വരാൻ സമയമായി. അതിന്റെ ലക്ഷണങ്ങളാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ശ്രുതികളാണ് ഞാൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ നിലകളിൽ നാം മുമ്പോട്ട് പോയാൽ കാഹളം തുനിച്ചാൽ എടുക്കപ്പെടുമോ എന്ന് ഇന്ന് രാത്രി സ്വയപരിശോധന ചെയ്യണം. സ്വയപരിശോധന ചെയ്യണം. യേശു ക്രിസ്തു പറഞ്ഞു, കാലം തിരിഞ്ഞു. എന്തിന്റെ കാലമാണ് തിരിഞ്ഞത്? ഒത്തിരി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യഹൂദനോടുള്ള ബന്ധത്തിൽ മാത്രം യഹൂദന്റെ ചിരകാല പ്രതീക്ഷയായിരുന്ന ഒരു മശിഹ. ആരാണ് മശിഹ? ദാവീദിനെ പോലെ ഒരു രാജാവ്, മൽക്കീസദേക്കിനെ പോലെ ഒരു പുരോഹിതൻ, മോശയെ പോലെ ഒരു പ്രവാചകൻ. അതാണ് മശിഹ. ആരാണവൻ? അവൻ ദൈവപുത്രനാണ്. ആരാണവൻ? അവനൊരു രാഷ്ട്രീയ നേതാവാണ്. ഒരു പുതിയ ലോകത്തിന്റെ ചക്രവർത്തിയായി യഹൂദനൊരു മതവ്യവസ്ഥകൾ നിലനിൽക്കുന്ന സാമ്രാജ്യങ്ങൾ തീർക്കുവാൻ, അന്യ രാജ്യത്തിൽ നിന്നും അന്യ മതസ്ഥരെ രക്ഷിക്കുവാൻ കടന്നു വരുന്ന ഒരു ധീര യുദ്ധ പോരാളി. ഇന്നും അവർ അത് തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ യേശു പറഞ്ഞു, ആ പ്രതീക്ഷ തീർന്നു. ഞാനാണ് ആ മശിഹ. ഞാനാണ് ആ മശിഹ. എവിടെയാണ് അത് വെളിപ്പെട്ടത്? വേദപണ്ഡിതന്മാർക്ക് അത് മറഞ്ഞിരുന്നപ്പോൾ, ജ്ഞാനികൾക്ക് ദൈവം അത് മറച്ചു വെച്ചപ്പോൾ, സുഖാർ എന്ന് പറയുന്ന പട്ടണത്തിൽ വെള്ളം കോരാൻ വന്നതായ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ആ വെളിപ്പാടുണ്ടായി. നീയാണ് ആ മശിഹ. നിക്കോദീമോസ് അടക്കമുണ്ടായിരിക്കുന്ന വന്ദിത പുരോഗത ശ്രേഷ്ഠൻ പരീക്ഷ സന്തതികൾ വിദ്യാഭ്യാസ ബന്ധമുള്ള ആളുകൾ ഉണ്ടായിട്ടും പത്രോസിന് മാത്രമാണ് അവൻ ജീവനുള്ള ദൈവത്തിനായി ക്രിസ്തു എന്ന വെളിപ്പാടുണ്ടായത്. ചെറുതോണി പള്ളിയിലെ, തൊടുപുഴ പള്ളിയിലെ, ഹൈറേഞ്ചിലെ പരസീസൈ പള്ളിയിലെ കുടുംബക്കാർ മുഴുവൻ എന്റെ ഫാമിലിയിൽ പെട്ടവരാണ്. അമ്മേ, പക്ഷെ അവർക്കാർക്കും ഈ വെളിപ്പാടുണ്ടായില്ല. എന്റെ അമ്മയ്ക്കും ഞങ്ങൾക്ക് മാത്രം ഈ വെളിപ്പാടുണ്ടായി. അല്പസമയത്തേക്ക് ഞങ്ങൾ അവരുടെ മുമ്പിൽ നിന്ദിതരായിരുന്നു. പക്ഷേ കാലത്തിന്റെ ഗതിവീതികൾക്ക് മുമ്പിൽ, അവർക്ക് മുമ്പിൽ ഞങ്ങൾ ഒന്നാമതായി. ഇന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഒരു സഹോദരി വിളിക്കുകയാണ്, എന്റെ അമ്മാച്ചന്റെ മകൾ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? അല്ലെ പാസ്റ്റർ, എന്താ ഞാനൊരു ഫാം തുടങ്ങാൻ പോവുകയാണ്. ഒന്ന് നോക്കുമ്പോൾ മറ്റൊന്നും നോക്കുന്നില്ല, ഒരു കാര്യം നടക്കുന്നില്ല. ആദ്യമായിട്ട് അവൾ വിളിക്കുന്നു. എന്നെ ഒത്തിരി ആക്ഷേപിച്ച ഒരു മാന്യ സഹോദരി, എൻ്റെ ഒരു പെങ്ങൾ. എന്താ കാരണം? യേശു ദൈവപുത്രനാണെന്നുള്ളതിന്റെ തെളിവ്. ഭക്ഷണം കഴിച്ചിട്ട് പ്രാർത്ഥിക്കാമെന്നല്ല പറഞ്ഞേ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന് നിർത്തിയിട്ട് അവിടെ ഇരുന്ന് ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്കറിയാം, ഞാൻ ഇറങ്ങി തിരിച്ച ഈ മാർഗം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം അവളുടെ വിഷയത്തിൽ ഒരു അറുതി വരുത്തി അവളുടെ വിശ്വാസത്തിലേക്ക് വരുമെന്ന്. പെന്തക്കോസ്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് 40-50 വർഷമായി ദൈവത്തെ ആരാധിച്ചിട്ടും നിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു കണി പോലും ഇന്നും ജീവിതത്തിന്റെ ഈ യാഥാർത്ഥ്യവശങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ആരുടെ കുഴപ്പമാണെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കാൻ ഈ ഒരു സമയത്ത് വിനിയോഗിക്കണമെന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഞാൻ വിട്ടുതരികയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്തായാലും മശിഹ പ്രതീക്ഷ പൂർണ്ണപ്പെട്ടു. നിങ്ങൾ ഇനി മിശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. ആ മിശിഹ ഞാനാണ്. നീ യഹൂദന്മാരുടെ രാജാവാണോ? അവൻ ഞാനാകുന്നു. നീ മിശിഹയാണോ? അവൻ ഞാനാകുന്നു. അവൻ അവർക്ക് മുമ്പിൽ സ്വയം പരിചയപ്പെടുത്തി കൊടുത്തു. ഇന്ന് രാത്രിയിൽ ഒരു രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കണമെങ്കിൽ, ഒരു സത്യ അന്വേഷണയായി നിങ്ങൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എവിടെയാണ് ദൈവം? ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു എന്നൊരു പാട്ട് പറയുന്നത് പോലെ അത്തരത്തിലുള്ളതായിരിക്കുന്ന ഒരു അന്വേഷണത്തിൽ നിങ്ങൾ വിധേയപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലയോ പ്രിയപ്പെട്ട സ്നേഹിത സഹോദര, ഇനി നിങ്ങൾ അന്വേഷിച്ച് അറിയേണ്ടതായിട്ടില്ല. നിങ്ങൾ കണ്ടെത്തുന്ന സത്യം നിനക്ക് മുമ്പിൽ വെളിപ്പെടുത്തുമെന്നുണ്ട്. അവന്റെ പേരാണ് യേശു ക്രിസ്തു. ഭാരതത്തെ ഋഷിവര്യന്മാർ പ്രാർത്ഥിച്ച മനോഹരമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഞങ്ങളെ മരണത്തിൽ നിന്നും ജീവനിലേക്ക്, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്, തിന്മയിൽ നിന്നും നന്മയിലേക്ക് നയിക്കണമെന്ന് യുഗങ്ങൾ അവരങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. ആ പ്രാർത്ഥന തെറ്റാണെന്ന് ഞാനിവിടെ ആരോപിക്കുന്നില്ല. പക്ഷെ ഭാരതത്തോട് ഞാനൊരു സന്ദേശം പറയാം.
ഈ ഭാരതത്തിന്റെ ആത്മീയ ആചാര്യന്മാരായ ആ ഋഷിവരന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ പരിണതഫലം പാലസ്തീന മണ്ണിൽ പിറന്നു വീണു. 2023 വർഷങ്ങൾക്ക് മുമ്പ്. അവന്റെ പേരാണ് യേശു ക്രിസ്തു. അവനാണ് ലോകത്തെ തിന്മയിൽ നിന്നും നന്മയിലേക്ക് നയിക്കുന്നത്. അവനാണ് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നത്. അവനാണ് മരണത്തിൽ നിന്നും മനുഷ്യനെ ഉയർപ്പിക്കുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും നന്മ ചെയ്തവൻ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് ചെയ്തവൻ, ഞാനാണ് മരണത്തിന്മേൽ നിങ്ങൾക്ക് അവൻ വിടുതൽ തരുന്ന ഉറക്കെ പ്രഖ്യാപിച്ചവൻ. യേശു ക്രിസ്തു മാത്രമാണ് കാലത്തിന്റെ തികവ്. മശിഹ പ്രതീക്ഷ പൂർണ്ണപ്പെട്ടു. രണ്ടാമത്തെ കാര്യമാണ്, മശിഹ പ്രതീക്ഷ മാത്രമല്ല, ഇസ്രായേലിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന മടങ്ങിവരവിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പാപം ചെയ്യുക, യാഗം നടത്തുക, പാപം ചെയ്യുക, യാഗം നടത്തുക. ഇതൊരു സാധാരണ സംഭവമായി ഇസ്രായേൽ മതമേഖലകളിൽ, ആത്മീയ വ്യവസ്ഥകളിൽ ഇങ്ങനെ അവിരാമം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവം അതിനൊരു മാറ്റം വരുത്തി. ഇനി യാഗത്തിൽ കൂടെ പാപത്തിന് വിമോചനമില്ല. ഈ പത്തനംതിട്ട ജില്ലയിൽ എന്റെ നാട്ടുകാരനായിരിക്കുന്ന ഒരു സ്നേഹിതൻ വന്ന് ചില ആളുകളെ കൊന്നുമുടിച്ചിട്ട് നരബലി എന്നതായ ആ പ്രക്രിയ നടത്തി ഐശ്വര്യം പ്രാപിക്കാനായിട്ട് ശ്രമിച്ചത് ഈ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഒരു കൊലപാതകത്തിന്റെ കൂടെ ചുരുളഴിഞ്ഞു വരികയാണ്. ഒരു സ്ത്രീയും കൂടെ ആ അവസ്ഥകളിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. എന്തിനാണ് മനുഷ്യൻ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളിലേക്ക് മനുഷ്യനെയും മൃഗങ്ങളെയും അടക്കം, ഇടജാതികളെയും പക്ഷിമൃഗാദികളെയും അടക്കം ഈ ബലിതർപ്പണം ചെയ്ത് ഇത്തരത്തിൽ ചോരയെടുക്കുവാൻ കാരണം അവനൊരു വിമോചനം ആവശ്യമാകുന്നു എന്നുള്ളത് കൊണ്ട്. പക്ഷേ യഹൂദൻ അങ്ങനെ യാഗങ്ങളും കർമാദികളും മറ്റു കാര്യങ്ങളും ചെയ്തിട്ടും അവന് വിമോചനം വരാൻ ദൈവം അനുവദിച്ചില്ല. അവന് വിമോചനം ഉണ്ടായില്ല. പാപത്തിൽ അവൻ നിർബാധം തുടർന്നുകൊണ്ടിരുന്നു. ദൈവം അതിന് സ്റ്റോപ്പ് ഇട്ടു. ദൈവം അതിന് തിരിച്ചറിയിട്ടു. ദൈവം പറയുകയാണ്, ഇനി അത് ചെയ്യേണ്ടതില്ല. ഒരു യാഗം നിങ്ങൾക്ക് വേണ്ടി വിശേഷിക്കുന്നു. അത് മറ്റൊന്നുമല്ല, കാൽവരി ക്രൂശിൽ ആ കുലതലത്തിൽ 33 വയസ്സുള്ള ഒരു ദൃഢമാർന്ന ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ, അവൻ മറ്റാരുമല്ല, എന്റെ ഓമന മകൻ. നിന്നെ രക്ഷിപ്പാൻ അവരെ തകർത്തുകളയാൻ എനിക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. അവരെ ചോരയാൽ മാത്രം നിനക്കൊരു വിമോചനം ലഭിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലേ, മടങ്ങി വരിക. ഒരു കോഴി തന്നെ കുഞ്ഞിനെ ചേർക്കും പോലെ നിന്നെ എത്ര വട്ടം ചേർത്തുകൊള്ളാൻ എനിക്ക് മനസ്സായിരുന്നു. പക്ഷേ നീയോ അതിന് മനസ്സ് കാണിച്ചില്ല. ഇസ്രായേലേ, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന് യെരൂശലേം പട്ടണത്തെ നോക്കിക്കൊണ്ട് അതിദുഃഖത്തോടെ കർത്താവ് പൊട്ടിക്കരയുന്ന ഭാഗം മത്തായി സുവിശേഷത്തിൽ കാണുകയാണ്. ആ ഇസ്രായേലിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന മടങ്ങിവരവിനുള്ള അവസാനത്തെ സമയമായിരുന്നു യേശു ക്രിസ്തുവിന്റെ പുറവിയിൽ കൂടെ സംഭവിക്കപ്പെട്ടത്. യൂതരടക്കമുള്ളതായിരിക്കുന്ന ആളുകൾ ചെവി തുറന്ന് കേൾക്കണം. ഇവിടെ ഹമാസും പാലസ്തീനും തമ്മിൽ, ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ കേരളത്തിൽ വിവരമില്ലാത്ത കുറെ ആളുകൾ, കുറച്ചുപേർ പലസ്തീനു വേണ്ടി, കുറച്ചുപേർ ഇസ്രായേലിന് വേണ്ടി ഇവിടെ തെരുവ് യുദ്ധം നടത്തുകയാണ്, മുഷ്ടി യുദ്ധം നടത്തുകയാണ്, പരസ്പരം തെരുവുകൾ വിളിച്ച് ആക്ഷേപിക്കുകയാണ്. ഒരു പ്രയോജനവുമില്ല. യഹൂദനും ശരിയാണ്, ഹമാസിനും ശരിയാണ്. ഇതെല്ലാം ദൈവം തന്റെ സഭയെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി, വിശുദ്ധന്മാരെ ഈ വാരത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടി നടക്കുന്ന പ്രക്രിയയുടെ ഒരു ഭാഗം മാത്രമാണെന്നുള്ള മർമ്മം തിരിച്ചത് ഇത്തരത്തിലുള്ളതായിരിക്കും. ശരണം തൊടുത്തു വിടുവാൻ സമയം മെനക്കെടുത്താറില്ല, മറിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി സ്വയം ഒരുങ്ങാനാണ് ശ്രമിക്കുകയുള്ളൂ. ഇന്ന് രാത്രി ആ ദേശത്തോട് വിളിച്ചു പറയുന്നു, യേശു മടങ്ങി വരാൻ സമയമായി. തന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കാൻ സമയമായി. നിത്യത്തിലേക്ക് തന്റെ വിശുദ്ധന്മാരെ കൂട്ടിക്കൊണ്ടുപോകാൻ സമയമായി. ഇസ്രായേലേ, അവൻ വരുന്നതിന് മുമ്പിൽ മടങ്ങി വരിക. ഇസ്രായേലിന്റെ മടങ്ങി വരവിന്റെ സമയം അവസാനിച്ചപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനനം അവിടെ ആരംഭിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ജാതികളുടെ രക്ഷ. യഹൂദനെ സംബന്ധിച്ച് ജാതികളെന്ന് പറയുന്നത് അവർക്കൊട്ടും സുഖിക്കുന്ന ഒരു കാര്യമല്ല. അവരുടെ വസ്ത്രമോ അവരുടെ ആഹാരമോ ആചാര രീതികളുമോ ഒക്കെയായിട്ട് അന്നും ഇന്നും അവന് യാതൊരു ബന്ധവുമില്ല. മറ്റൊരു ജാതിയുമായിട്ട് ഇടപെടുന്ന കാര്യത്തിൽ അവന് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളത് ഫോട്ടോ വെച്ചിരുന്ന അവിടെയാണ് യഹൂദന്റെ കേരളത്തിലെ ആ 18ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു സിനഗോഗ്. ഇപ്പോഴും അവിടെ തിരികൾ കിടാവിളക്കുകളായി നിന്നുകൊണ്ട് കത്തുന്നുണ്ട്. ആരാധനകൾ അവിടെ നടക്കുന്നുണ്ട്. അവിടെയുള്ള യഹൂദ സിനിത്തേരികളുണ്ട്, യഹൂദ ഫാമിലികൾ കുറച്ചുപേർ അവിടെയുണ്ട്. വേറെ അവർ കുറച്ച് ആളുകളുണ്ട്. ബാക്കിയെല്ലാം അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. അവരുടെ ജീവിത രീതികൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരോട് ഞങ്ങൾ മറ്റ് ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുമായിട്ട് അങ്ങനെ ഞങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതങ്ങളും അവരുടെ രീതികളെല്ലാം വളരെ വ്യത്യസ്തമാണ്. ഒരിക്കലും അവരുടെ ജാതികളുമായി
ഇടകലരുവാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോഴാണോ ജാതികളിൽ വിമോചനം എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് അവർക്ക് ചിന്തിപ്പാൻ കഴിയുന്നത്? ഇല്ല. യഹോവ അവരുടെ മാത്രം സ്വത്താണ്. അരുളപ്പാട് അവർക്ക് മാത്രമുള്ളതാണ്. ന്യായപ്രമാണം, വാഗ്ദത്തം അവർക്ക് മാത്രമുള്ളതാണ്. ആലയവും ആരാധനയും അവർക്ക് മാത്രമുള്ളതാണെന്നുള്ള ആ വലിയ കാർക്കശ്യമായ നിലപാട് നിൽക്കുമ്പോൾ ദൈവം ആ ചിന്താഗതികൾക്ക് മാറ്റമൊരുക്കി രക്ഷ ജാതികൾക്ക് കൊടുക്കുവാനും ദൈവത്തിന്റെ കരുണ തോന്നി. ജാതികൾക്ക് കൊടുക്കുവാനും ദൈവത്തിന്റെ കരുണ തോന്നി. അതുകൊണ്ടല്ലേ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയടക്കമുള്ള സഭകളിൽ വിവിധ ജാതിയിൽ വർണ്ണത്തിലുള്ള ആളുകൾ ഒരുപോലെ യേശുവിനെ ദൈവമെന്നും പിതാവായ ദൈവത്തെ അഭാപിതാവെന്ന് വിളിക്കത്തക്ക നിലകളിൽ ഒരു ഏക കുടുംബ ജീവിത വ്യവസ്ഥകളിലേക്ക് ഈ സഭയെ ആക്കി തീർത്തത്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഈ സഭകളിൽ ഒറ്റ വർഗമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. പക്ഷേ ദൈവസഭ എന്ന് പറയുന്നത് അങ്ങനെയല്ല എന്നുള്ള ആ കാര്യത്തെ സ്ഥാപിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയായിരുന്നു ജാതികളുടെ രക്ഷ. അപ്പോൾ ജാതികളുടെ രക്ഷ എന്ന് പറയുന്ന ആശയത്തെ അവർ ശക്തമായ നിലകളിൽ എതിർത്തിരുന്നപ്പോൾ, അല്ലെങ്കിൽ അത് സ്റ്റാമ്പ് ഒട്ടിച്ച് മുദ്ര ചെയ്ത് സൂക്ഷിച്ചിരുന്നപ്പോൾ, ആ സീലിനെ പൊട്ടിച്ചുകൊണ്ട് ദൈവത്തിന്റെ രക്ഷ എന്ന് പറയുന്ന പദ്ധതി സകല ജാതിക്കും കൊടുക്കേണ്ട സമയം സമാഗതമായതിന്റെ മുന്നോടിയായിട്ടായിരുന്നു യേശു ക്രിസ്തുവിന്റെ പിറവി ഈ ഭൂമിയിൽ സംഭവിച്ചത്. നമ്മുടെ കരുവരുത്തി കർത്താവിന് ഒരു ഹല്ലേലൂയ പറയാം. കരമൊന്ന് തട്ടി അല്പസമയം മഹത്വപ്പെടുത്താം. അതിന് കാരണം മഞ്ഞ് പെയ്യുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്, ചിലർക്കൊക്കെ ക്ഷീണങ്ങൾ തോന്നുന്നുണ്ട്, ചിലർ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര വിളിച്ചാലും ഞാൻ അങ്ങോട്ട് വരത്തില്ല. ദൈവത്തിന് സ്വതന്ത്രം മനസ്സിലായവർക്കായിട്ട് മാത്രം ഞാൻ ദൈവത്തിന് സ്വതന്ത്രം ചെയ്യുന്നു. ഉറക്കം തൂങ്ങുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അവർ ഉണരാൻ വേണ്ടി ഒന്നോടൊന്ന് കരമടിച്ച് കർത്താവിന് കരമടിക്കുന്നതും തൊട്ടടുത്തിരിക്കുന്ന ആളും ഉണരാനും കാരണമാകും, എനിക്കൊരു ആവേശമാകും, ദൈവത്തിനൊരു മഹത്വവുമാകും. നോക്കിക്കേ, അവ കരമടിച്ച അപ്പോൾ ഇസ്രായേലിന് മടങ്ങി വരവേണ്ട സമയം കഴിഞ്ഞു. ജാതി രക്ഷയുടെ സമയം ആഗതമായി. അടുത്തൊരു കാര്യമാണ്, കൃപാ കാലഘട്ടത്തിന്റെ അവസാനമായി ദൈവരാജ്യം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് കാലം തികഞ്ഞു എന്ന് പറഞ്ഞതിന്റെ കാരണം. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം സംഭവിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ കൂടെയാണ്. ദൈവരാജ്യത്തിന്റെ ആരംഭമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. യേശു പറയുന്ന മനോഹരമായിരിക്കുന്ന ഒരു വിളംബരമാണ്, ദൈവരാജ്യം സമീപിച്ചു. ദൈവരാജ്യം സമീപിച്ചു. എന്താ കർത്താവ് അങ്ങനെ പറയാൻ കാരണം? റോമൻ കൊളോണിയസം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെയുള്ള ദൈവത്തിന്റെ യേശുവിന്റെ ബദൽ സംവിധാനമായിരുന്നോ ദൈവരാജ്യം? ആയിരുന്നുവെന്ന് ആളുകൾ പറഞ്ഞു വരുത്തി. അതുകൊണ്ടാണ് അവനെ രാജ്യദ്രോഹിയായിട്ട് അറസ്റ്റ് ചെയ്തത്. യേശുവിനെ ക്രൂശിച്ചു കൊല്ലുവാൻ കണ്ടെത്തിയ കാരണങ്ങളിൽ ഒരു കാരണമായിരുന്നു രാജ്യദ്രോഹ കുറ്റം. അവൻ ചക്രവർത്തിക്കെതിരെ സംസാരിച്ചു. നീ ദൈവത്തിൽ നിന്ന് വന്നവനാണെന്നും നീ ദൈവത്തിന്റെ വഴികൾ നന്നായി പഠിപ്പിക്കുന്നവനാണെന്നും ഒക്കെ ഞങ്ങൾ അറിയുന്നു. പക്ഷേ വാക്കിൽ കൊടുക്കേണ്ടത് അവർ അതിനിടയിൽ ഒരു ചോദ്യം ചോദിച്ചു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ? യേശു അവന് കൃത്യമായി ഉത്തരം കൊടുത്തു, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തെ നാണയത്തിൽ കൈസറിന്റെ മുഖം ആ നാണയത്തിൽ ഒരു വശത്ത് ആലേഖനം ചെയ്തിരുന്നു. വളരെ ബുദ്ധിയോടുകൂടി കർത്താവ് ആ കാര്യത്തിന് ഉത്തരം കൊടുക്കുമ്പോൾ അത് കൃത്യമായി ഉത്തരമായി അവരത് മനസ്സിലാക്കിയില്ല. മറിച്ച് അവരതൊരു പരദൂഷണമായി ഒരു ഏഷണിയാക്കി തീർത്തിട്ട് അവൻ കൈസർക്ക് കരം കൊടുക്കരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. അവൻ മതപ്രവർത്തനം നടത്തുന്ന, ഭൂലോകത്തെ മുഴുവൻ ഇളക്കി മറിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊരു ആക്ഷേപവും അവരുടെ മേൽ അവർ ചൊല്ലി. അങ്ങനെയായിരുന്നു യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ റോമൻ പടയാളികൾ രംഗപ്രവേശനം ചെയ്തത്. യഹൂദന്മാരുടെ മാത്രം ആരോപണമായിരുന്നുവെങ്കിൽ യേശുവിനെ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. രാജ്യദ്രോഹ കുറ്റവും കൂടെ ചുമത്തപ്പെട്ടുകൊണ്ടാണ് റോമൻ പട്ടാളക്കാർ ഗെത്സമനയിൽ വെച്ച് യേശുവിനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. പക്ഷേ യേശു ഒരിക്കലും റോമൻ സാമ്രാജ്യത്തിനെതിരെ പ്രതികരിച്ചിരുന്നില്ല. യേശു ഒരിക്കലും നിയമപാലകർക്കെതിരെ, രാജാക്കന്മാർക്കെതിരെ പ്രവർത്തിച്ചിരുന്നില്ല. രാജ്യത്തിന് നിയമം അനുസരിക്കാൻ പഠിപ്പിക്കുന്നവനായിരുന്നു യേശു ക്രിസ്തു. യേശു ക്രിസ്തു മാത്രമല്ല, താൻ തെരഞ്ഞെടുത്തതായി സ്ത്രീകന്മാരും ആ സ്ത്രീകന്മാർ സൃഷ്ടിച്ചതായ ശിക്ഷ സമൂഹങ്ങളും രേഖപ്പെടുത്തിയ ഈ ബൈബിളിലെ പുതിയ നിയമത്തിന്റെ ഭാഗത്തെ ലേഖനത്തിൽ കൂടെ ലോകത്തോട് സഭയോട് വിളംബരം ചെയ്യുന്നു, രാജ്യത്തിന് നിയമം അനുസരിക്കുന്നവരായി തീരണം. നേതാക്കന്മാർക്ക് വേണ്ടി, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരണം. അധികാരികളെ, അധികാര ശ്രേണിയിലിരിക്കുന്ന നേതാക്കന്മാരെ, നിയമവൃന്ദത്തിന്റെ അകമ്പടി സേവിക്കുന്ന ആളുകളെ, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ആക്രമിക്കുന്നത്? ഞങ്ങളെതിരെ നിങ്ങൾ എന്തിനാണ് കള്ളക്കേസുകൾ എടുക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ പരസ്യമായിട്ട് ക്രൂശിക്കുവാനായിട്ട് ആളുകളെ വിടുന്നത്? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട്
വായിക്കുന്നവരാണ്. അത് പറയാൻ അഭിമാനമുള്ള ഒരു കൂട്ടരാണ് ഞങ്ങൾ. ഞങ്ങൾ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന, രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന, രാജ്യത്തിൽ ഹിന്ദുത്വ പ്രവർത്തനം അഴിച്ചുവിടുന്ന ആളുകളില്ല. നിങ്ങൾ വന്ന് ഞങ്ങൾ ആരെയും പരിശോധിക്കൂ. ഞങ്ങൾ ആലയത്തിൽ ആയുധ കുമ്പാരങ്ങളില്ലല്ലോ, ഞങ്ങളുടെ തലമുറയുടെ തെരുവുകളിൽ മുദ്രാവാക്യം മുഴക്കുന്നില്ലല്ലോ, ഒരു തഹസിൽദാരുടെ ഓഫീസിൽ ഞങ്ങൾ കരാറ് ചെയ്യാറില്ലല്ലോ, ഞങ്ങൾ ആർക്കെതിരെ കേസ് കൊടുത്തിട്ടില്ലല്ലോ. അതിന് കാരണം എന്താണ്? യേശു അത് പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിപ്പിൻ, ശത്രുവിന് വിശുദ്ധവൻ തിന്മാ കൊടുപ്പെന്ന് മാത്രമാണ് ഈ അരിമനാഥൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി ഭാരതത്തോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങളെ ദോഷിക്കരുത്, ശത്രുവായി കാണരുത്. നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങളെന്ന് പറയുവാൻ ഈ വേദിയെ ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുകയാണ്. യേശു ദൈവരാജ്യം വിഭാവന ചെയ്തത് ആ രാജ്യത്തിന്റെ അഖണ്ഡതകളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യത്തിൽ കൂടെയല്ല, മറിച്ച് താൻ വിഭാവന ചെയ്ത ദൈവരാജ്യത്തിന് 100 അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം പറയാൻ ഇവിടെ സമയമില്ല. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എന്റെ വാക്ക് ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവരാജ്യം എന്ന് പറയുന്ന ആ നവലോകത്തെ കുറിച്ച് കർത്താവ് ആഗ്രഹിച്ച കാര്യം എന്താണ്? കൂട്ടത്തിലുള്ള ശിഷ്യന്മാർക്ക് പോലും മനസ്സിലായില്ല നമ്മളെ പോലെ എന്താണ് കർത്താവ് പറഞ്ഞത് എന്നുള്ള കാര്യത്തെ കുറിച്ച്. കർത്താവ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചിലർ വന്ന് ചോദിച്ചു, അങ്ങ് എന്താണ് പറഞ്ഞത്? അപ്പോൾ കർത്താവ് അതിന് മർമ്മങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോഴും പത്രോസ് അടക്കമുള്ള ആളുകൾ ചോദിക്കും, എപ്പോഴാണ് ദൈവരാജ്യം വരുന്നത് എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും പ്രതീക്ഷിക്കുന്നത് യേശു വാളെടുക്കും, ഒരു യുദ്ധത്തിന് നേതൃത്വം കൊടുക്കും, റോമൻ പട്ടാളത്തിന് കടന്നു ചെല്ലുവാനുള്ള ആഹ്വാനം കൊടുക്കും. അങ്ങനെ ഒരു ദേശീയ വിപ്ലവത്തിൽ കൂടെ, ഒരു വലിയ സമരമുറകളിൽ കൂടെ ഈ ദേശത്തെ പിടിച്ചടക്കും. റോമ സാമ്രാജ്യത്തിന് പകരമായി ഒരു മത പശ്ചാത്തലത്തിലുള്ള ഒരു യഹൂദ സാമ്രാജ്യം യേശു സ്ഥാപിക്കും. യേശു അവരോട് പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, വാളെടുക്കരുത്, രാജ്യത്തിന് വേണ്ടി നിങ്ങൾ വാളെടുക്കരുത്, വാളെടുക്കുന്നവരെല്ലാം വാളാൽ പോകുമെന്ന് കർത്താവ് അവരെ പറഞ്ഞു പഠിപ്പിച്ചു. എന്റെ രാജ്യം എന്ന് പറയുന്നത് ആത്മീകമാണ്, അത് ഹൃദയത്തിൽ വസിക്കുന്നതാണ്. ഇന്ന് രാത്രിയിൽ ദൈവരാജ്യം എന്ന് പറയുന്ന മഹത്തായ ആശയത്തെ വിളംബരം ചെയ്ത യേശുനാഥന്റെ അന്വശിഷ്യനായിരിക്കുന്ന പൗലോസ്ലീഹ ദൈവരാജ്യത്തിന്റെ ശരിയായ നിർവചനം ക്രൈസ്തവ സഭയ്ക്ക് കൈമാറിയത് റോമാലേഖനത്തിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് ദൈവരാജ്യം? അത് ആയുധ പരിശീലന കേന്ദ്രമല്ല. എന്താണ് ദൈവരാജ്യം? അത് സമരങ്ങൾ നടത്താൻ വേണ്ടി ഒരു കൂട്ടം ആളുകളെ പരിശീലിപ്പിക്കുന്നതായ ഒരു മതപശ്ചാത്തലമല്ല. ഈ ശ്ലീഹ പറയുന്ന മനോഹരമായിരിക്കുന്ന വ്യാഖ്യാനം ഇവരെയാണ്. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും മാത്രമേ. സ്നേഹിത, ഈ ദൈവരാജ്യത്തിലേക്കാണ് യേശു താങ്കളെ ക്ഷണിക്കുന്നത്. അത്തരത്തിലുള്ള രാജ്യത്തിന്റെ അധിപനാണ് യേശു ക്രിസ്തു. അത്തരത്തിലുള്ള സാമ്രാജ്യങ്ങൾ മനുഷ്യ ഹൃദയത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ദൈവപുത്രനായി അവതരിച്ചത്. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഭീഷണിയായിട്ട് അവൻ ഒരിക്കലും തീർന്നിട്ടില്ല. ഇവിടെ ആർക്കും ആരെയും അട്ടിമറിക്കാൻ അവൻ ശ്രമിച്ചിട്ടില്ല. മറിച്ച് പാപം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ, പാപം കൊണ്ട് തിരസ്കരിക്കപ്പെട്ട, പാപം കൊണ്ട് നിർമ്മമാക്കപ്പെട്ട മനുഷ്യ മനസ്സുകളെ ആകൃതിയുള്ള, ക്രമീകൃതമായ, ധാർമ്മികതയുള്ള, ദൈവാധിപത്യമുള്ള ഒരു മാനസിക സ്ഥിതിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ദൈവപുത്രനായിട്ട് അവതരിച്ചത്. ആ അവസ്ഥയിലേക്ക് പ്രവേശനം ലഭിക്കപ്പെട്ട പ്രിയപ്പെട്ട ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അവർ കർമ്മ കർത്താവ് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവരാജ്യത്തിൽ ആരില്ലേ? ദൈവരാജ്യത്തിൽ ആരും ഇല്ലേ? സ്വതന്ത്രം. ഇത് എവിടുന്ന് വന്നപ്പോ ഇവനെന്നാണ് ചിലർ ചിന്തിക്കുന്നത്. ഞാൻ എന്തൊക്കെ പറയുന്നതെന്നാണ് ചിലർ ചിന്തിക്കുന്നത്. സ്വതന്ത്രം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം കേട്ടോ, പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിച്ച് നിങ്ങളുടെ സമകാലികളോട് പ്രസ്താവിക്കണം. നമ്മുടെ സഭകളൊക്കെ വൃദ്ധസദനങ്ങളായി തീരുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ നാട്ടിൽ നിന്നും ഒത്തിരി പിള്ളേര് അന്യ രാജ്യങ്ങളിലേക്ക് കൂടെ നയിക്കുക. പോയവരിങ്ങി എന്നാലും ഇതാ ഈ നാട്ടിലോട്ട് വരത്തില്ല. അവിടെ അപ്പനുണ്ട്, അമ്മയിട ഞാൻ ഇന്നെ പെറ്റതാണ്, ഇവിടെ അപ്പൻ ഇങ്ങനെ കാലൊടിഞ്ഞ് കിടക്കുക, അവിടെ കിടന്നു, പെറ്റവൻ അവിടെ ജീവിച്ചു. ഈ നാട്ടിലേക്ക് ഞങ്ങൾ ഇല്ലെന്ന് പറയുന്ന സമൂഹമാണ്. പറക്കാൻ കാത്തിരിക്കുന്നവർ ഇപ്പോഴും. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും പറയും, ഞാൻ UK കാനഡയിലേക്ക് പോകും. എന്താ കാര്യം? അവർക്ക് പറയാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. അങ്ങനെ വന്നാൽ എന്താ കുഴപ്പം? നമ്മുടെ സഭയെല്ലാം വൃദ്ധസദനങ്ങളായി തീരും. എങ്ങനെ ഇരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്വന്തം മറ്റു കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. എല്ലാം മനസ്സിലായോ? ഓക്കെ ആണോ? സ്വർഗത്തിൽ പോണോ? തയ്യാറാണോ? ഞാൻ അപ്പുറത്തോട്ടൊന്നുമില്ല.
അങ്ങനെ വന്നാൽ എങ്ങനെ നമ്മുടെ പ്രവർത്തനം നടക്കും? സുവിശേഷം എങ്ങനെ വ്യാപിക്കും? ദൈവത്തിന് സ്തോത്രം. വലിയൊരു ഭീഷണി നമുക്ക് മുമ്പിലുണ്ട്. ആമേൻ. അതിലേക്ക് ഒരു മാറ്റം വരുത്തുവാൻ ദൈവത്തിന് നമുക്ക് കൃത്യമായ നിലകളിൽ പഠിപ്പിക്കാം. ആർജവമുള്ള ഊർജ്ജമുള്ള ഒരു നവതലമുറയ്ക്ക് വേണ്ടി നമുക്ക് വളരെ പരിശീലിപ്പിക്കാമെന്ന് പറഞ്ഞ് ആ ഭാഗത്തും തൽക്കാലമായിട്ട് വിട പറയുന്നു. അപ്പൊ ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ഭൂമിയിൽ ഒരു ദൈവരാജ്യമുണ്ടോ? ഉണ്ട്. ഏതാണത്? എന്റെ ഹൃദയം ദൈവരാജ്യമാണ്. ഞാൻ ദൈവത്തിന്റെ ആധിപത്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ഹൃദയത്തിൽ ദൈവമുണ്ട്. ഞാൻ ദൈവത്തിന്റെ ഭരണ സംവിധാനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ എന്നെ പോലുള്ള 10 പേര് ചേരുമ്പോൾ ആ സമൂഹം ദൈവരാജ്യമായി തീരുകയാണ്. മാനസാന്തരം എന്ന് പറയുന്ന മഹത്തായ ആശയത്തിൽ കൂടെ അല്ലാതെ ദൈവരാജ്യം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നില്ല. അതാണ് യേശു വിളംബരം ചെയ്തത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു. നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. നിങ്ങൾ പുണ്യവാന്മാരിൽ വിശ്വസിക്കണമെന്നല്ല, മറിയയിൽ വിശ്വസിക്കണമെന്നല്ല, പ്രവാചകന്മാരിൽ വിശ്വസിക്കണമെന്നല്ല, പിതാക്കന്മാരുടെ ആചാരങ്ങൾ പാരമ്പര്യത്തിൽ വിശ്വസിക്കണമെന്നല്ല, സുവിശേഷത്തിൽ വിശ്വസിക്കുക, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. മനുഷ്യന്റെ പാപത്തിന് അറുതി വരുത്തുവാൻ കാൽവരി ക്രൂശിൽ യാഗമായി യേശുവിൽ വിശ്വസിക്കുക. ഉണ്ടല്ലോ, വിശ്വസിക്കുന്നുണ്ടല്ലോ. ശരിയാണ്. പിശാചും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കാനല്ല പറഞ്ഞത്. യേശു തന്നെ ഏകരക്ഷകൻ എന്ന് വിശ്വസിക്കണം. അവനെ വായു കൊണ്ട് ഏറ്റു പറയണം. ഹൃദയത്തിലേക്ക് അവനെ സ്വീകരിക്കണം. അവനെ അല്ലാതെ ആരാധിക്കാനായിട്ട് ദൈവത്തിന്റെ സ്ഥാനത്ത് മറ്റാരെയും കുടിയിരുത്താതെ അവൻ ഏക സത്യ നിത്യ ദൈവമായിട്ട് അംഗീകരിച്ച് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന മറ്റൊരു കാരണമാണ് വിശ്വാസ സ്നാനം. സ്വതന്ത്രം. ഞാനിത് കൺവെൻഷൻ വേദിയിലല്ല ഇങ്ങനെ പ്രസംഗിക്കുന്നത്, തെരുവിലാണ്. സ്നാനമൊക്കെ തെരുവിലാണ്. അപ്പൊ പിന്നെ ആരുടെയും വിലക്ക് വരില്ലോ. ഞാൻ എങ്ങനെ ആ പുള്ളിനെ ഇവിടെ ഒന്ന് കൊണ്ടുവന്നെന്ന് അറിയാമോ? ഈ യോഗത്തിന് എങ്ങനെ കൊണ്ടുവന്ന് പറയേണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റുമോ? വെച്ചാ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെടുക. ദൈവസഭയുടെ ഉപദേശ സമിതികളിൽ ഒന്നാമത്തെ കാര്യമാണ് മാനസാന്തരപ്പെടുക. മതപരിവർത്തനം നടത്തുക എന്നല്ല, മാനസാന്തരപ്പെടുക. ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് മതപരിവർത്തനം നടത്തി വന്നതാണ് പ്രശ്നം. മനപരിവർത്തനം ഇതുവരെ നടക്കാത്ത പലരുമുണ്ട്. അതുകൊണ്ട് സഭ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചത് അതായതുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിലെ ആ ശൈശവത്തിൽ നിലനിൽക്കുന്ന സഭയുടെ കന്യാത്വം നഷ്ടപ്പെട്ട് ഈ സഭ മലിനീകരിക്കപ്പെട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ദുരുപദേശത്തിൽ പിടിക്കപ്പെട്ട് ഈ നിലകളിലേക്ക് ആയിത്തീരാൻ കാരണം എന്തായിരുന്നു? കാരണം മനപരിവർത്തനം പഠിപ്പിച്ചില്ല, മനപരിവർത്തനത്തിന് പ്രാധാന്യം കൊടുത്തില്ല, മതപരിവർത്തനത്തിനൊരു അവസരമാണ് കൊടുത്തത്. ഇന്ന് രാത്രിയിൽ പരിവർത്തനം മതപരിവർത്തനമല്ല. അങ്ങനെയുള്ള ആളുകൾ വേണ്ട. നമുക്ക് മനപരിവർത്തനം ചെയ്ത ഒരുവനുണ്ടെങ്കിൽ അവൻ മതി ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടേണ്ടതിനായിട്ട്. ഒറ്റ പൗലോസാണ് യൂറോപ്പിനെ മുഴുവൻ ഇളക്കി മറിച്ചതെങ്കിൽ ഇന്ന് രാത്രിയിൽ മാനസാന്തരപ്പെടുവാൻ തയ്യാറായി ഒരു വ്യക്തി മുമ്പോട്ട് വന്നാൽ നീ മതി നിന്റെ കുടുംബ ചരിത്രം മാറാൻ, നിന്റെ ദേശത്തിന്റെ ചരിത്രം മാറാൻ, ഈ രാജ്യത്തിന്റെ സമൂഹത്തിന്റെ ചരിത്രം മാറാൻ. അങ്ങനെ മാനസാന്തരപ്പെടുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് താങ്കളെ നിർബന്ധിക്കുകയാണ്. മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ യേശുക്രിസ്തു ചെയ്തതിലൂടെ ആഗ്രഹിച്ചത് ഒരു നവലോകം മനുഷ്യ ഹൃദയത്തിൽ സംജാതമാക്കുക എന്നുള്ളതാണ്. ഭൂമിയിൽ ഒരു ദൈവരാജ്യമുണ്ടോ? ഉണ്ട്. ആരാണ് അത്? എന്റെ ഹൃദയമാണ്. ഞാൻ ദൈവരാജ്യത്തിലാണ് വസിക്കുന്നത്. ഭൂമിയിൽ വേറൊരു ദൈവരാജ്യമുണ്ടോ? ഉണ്ട്. ഏതാണത്? വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമായി ദൈവസഭ. വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമായി ദൈവസഭയാണ് ഭൂമിയിലെ ദൈവരാജ്യം. അതാണ് ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിട്ടുള്ളത്. വിവിധ ഗോത്രങ്ങളും ഭാഷകളും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപവിമോചനം പ്രാപിച്ചവർ, യേശുവിന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചവർ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവർ, അന്യഭാഷകളിൽ യേശുവിനെ ആരാധിക്കുന്നവർ, രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്നവർ, ഭൂതശാന്തി പ്രാപിച്ചെടുത്തവർ, കൃപാവരത്തിൽ നിലനിൽക്കുന്നവർ, കൃപാവര ശുശ്രൂഷ ചെയ്യുന്നവർ, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവർ, അവൻ ആത്മാക്കളുടെ വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവർ, അവരാണ് ദൈവസഭ. ആ സഭയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് ദൈവരാജ്യം. കൊലോസ്യ ലേഖനം വായിച്ചു പഠിക്കണം.
തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ അവൻ നമ്മെ ആക്കി വെച്ചല്ലോ. എവിടെ ആക്കി വെച്ചു? ദൈവസഭയ്ക്കുള്ളിൽ ആക്കി വെച്ചു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം പറയുന്നു, രക്ഷിക്കപ്പെട്ടവരെ അവൻ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഏത് സഭയോട്? യഹൂദ മതാചാര്യത്തിന്റെ കാര്യമായിരിക്കുന്ന ആ യെരൂശലേം ആലയത്തിന്റെ അവസ്ഥയിലേക്ക് പേര് രജിസ്റ്റർ ചെയ്തതാണോ? അല്ല. സ്വർഗത്തിൽ പേരെഴുതുന്ന സ്വർഗീയ രജിസ്റ്ററിൽ അവന്റെ പേരെഴുതപ്പെട്ടു. യേശുവിന്റെ ശരീരമാകുന്ന സഭയോട് അവൻ ഏകീഭവിക്കപ്പെട്ടു. ഇന്ന് രാത്രിയിൽ സമാധാനമില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, സന്തോഷമില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ നിരാശകൾ അനുഭവിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ വിളംബരം ചെയ്യുന്നു, ദൈവസഭയിലേക്ക് നീ കടന്നു വാ, മാനസാന്തരപ്പെട്ട് കടന്നു വാ. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷമുണ്ട്, ഇവിടെ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്, ദൈവിക ഭരണവ്യവസ്ഥയുണ്ട്. എന്തുകൊണ്ടാണ് ക്യാൻസർ പേഷ്യന്റ് ആയിരിക്കുന്ന ഈ ബഹുമാനപ്പെട്ട ആന്റി ഇത്രയും കാലഘട്ടം ഇവിടെ ജീവിച്ചിരിക്കാൻ കാരണം? യേശു സൗഖ്യമാക്കുന്നത് കൊണ്ടും ദൈവസഭയ്ക്കുള്ളിൽ താൻ സുരക്ഷിതയാകുകൊണ്ടും. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ശക്തമായ നിലകളിൽ ഗാംഭീര്യമുള്ള ശബ്ദത്തോടുകൂടി തന്റെ ആത്മീയ ശുശ്രൂഷയ്ക്ക് നിർത്തിയിരിക്കാൻ ആരോഗ്യത്തിൽ ആയുസ്സോടെ നിൽക്കുന്നത്? താൻ ദൈവത്തിൽ സൗഖ്യം പ്രാപിച്ചതുകൊണ്ടും ദൈവസഭയുടെ അംഗമായതുകൊണ്ടും. ഇന്ന് രാത്രിയിൽ ദൈവസഭ പോലെ ഒരു വ്യക്തിക്ക് സുരക്ഷിതം കിട്ടുന്ന മറ്റൊരു മേഖല ഈ ഭൂപരപ്പിലില്ല കേട്ടോ. ദൈവസഭയ്ക്ക് ദൈവശക്തമായിരിക്കുന്ന സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ആരാണ് സംരക്ഷകർ? ഊരി പിടിച്ച വാളുമായി, മിന്നിത്തിളങ്ങുന്ന ചെങ്ങലുകളുമായി ആമെ അകമ്പടി സേവിക്കുന്ന ദൈവത്തിന്റെ ദൂതസഞ്ചയങ്ങൾ, ഇവിടുത്തെ കരിമ്പുലികൾക്ക് തരാൻ കഴിയാത്ത സംരക്ഷണങ്ങൾ, രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, പോലീസ് ഓഫീസേഴ്സിനും, നാവിക പടയ്ക്കും, കരസേനയ്ക്കും തരാൻ കഴിയാത്തതായ, മോദി ഗവൺമെന്റിന് തരാൻ കഴിയാത്തതായ കനത്ത സംരക്ഷണം ഈ പോലെ തന്റെ ഭക്തന്മാരെ ചുറ്റി പരിപാലിക്കുന്ന സർവശക്തനായിരിക്കും ദൈവം. ഇന്ന് രാത്രി കൈപ്പെട്ടു നടക്കി വാരുന്ന ദുഷ്ടപിശാചിനോട് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നു, ഈ ദൈവത്തിന്റെ സംരക്ഷണ വലയത്തെ പേടിച്ചുകൊണ്ട് ധൈര്യമുണ്ടോ നിനക്ക് കടന്നു വരാൻ? ഇല്ല. അതിന് കാരണം ഈ സംരക്ഷണത്തിന് ഉടമസ്ഥൻ, ഈ സൈന്യത്തിന്റെ സൈന്യാധിപൻ യേശു ക്രിസ്തുവാണ്. ക്രൂശിൽ പാപത്തെ ജയിച്ചവൻ, മരണത്തെ കീഴടക്കിയവൻ, സാത്താന്റെ തലയെ തകർത്തവൻ യേശു ക്രിസ്തു. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യത്തിലൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. രോഗസൗഖ്യം പ്രാപിക്കാനുള്ള അവസരമാണ്. ഭൂതങ്ങൾ ബാധിച്ചവർ ആരെങ്കിലും ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്, അല്ലയോ ദുർഭൂതമേ, ആ വ്യക്തിയെ വിട്ടുമാറുക, ആ സഭയെ, ആ കുടുംബത്തെ വിട്ടുമാറുക, സമൂഹത്തെ വിട്ടുമാറുക. കാരണം ദൈവരാജ്യം സമാഗതമായി യേശുവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവത്തിൽ ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം, ഒരു നവലോകത്തിന്റെ ആരംഭം, ഒരു പുതിയ ജീവിത വ്യവസ്ഥയുടെ ആരംഭം അവൻ ഇന്ന് രാത്രി ഇവിടെ തുടക്കം കുറിക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അത് യേശു ക്രിസ്തുവിന്റെ ജനനത്തോടുകൂടി, സുവിശേഷത്തിന്റെ ആരംഭത്തോടുകൂടി ഒരു സാമൂഹിക ക്രമം അവിടെ സംജാതമാക്കപ്പെടുകയാണ്. അതുവരെ നിലനിന്നതായ സാമൂഹിക വ്യവസ്ഥകൾക്ക് ഒരു വലിയ മാറ്റം സംഭവിച്ചു. എവിടെയാണ് അതിന് തുടക്കം കുറിച്ചത്? ഖാന എന്ന് പറയുന്ന ഗലീലയിലെ ആ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ, അവിടെ നടക്കുന്ന ഒരു വിവാഹത്തിന്റെ വീട്ടിൽ, ആ വീട്ടിൽ നടന്നതായ ആ വിവാഹത്തിൽ വീഞ്ഞു തീർന്നു പോയത് ഒരു സാധാരണ സംഭവമല്ലായിരുന്നു. എന്തുകൊണ്ടാണ്? അത്രയും വിളിച്ചു കൂട്ടിയ, എല്ലാ പ്രിപ്പറേഷൻ ചെയ്ത് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടും പെട്ടെന്ന് വീഞ്ഞു തീർന്നു പോയതിന്റെ കാരണം അത് ദൈവത്താൽ സംഭവിക്കപ്പെട്ട ഒരു കാര്യമാണ്. ചിലരുടെ ജീവിതം കാര്യമാകുന്നത്, ശൂന്യമാകുന്നത്, ചിലർ ഏകാന്തത്തിലേക്ക് മാറ്റപ്പെടുന്നത്, ചിലർ അസ്വസ്ഥമാക്കപ്പെടുന്നത് ദൈവിക സന്ദർശനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഖാന എന്ന് പറയുന്ന, ഗലീല എന്ന് പറയുന്ന ആ ജില്ല ആ പലസ്തീനിലെ ഏറ്റവും ദാരിദ്ര്യം നിറഞ്ഞൊരു ഭൂപ്രദേശമായിരുന്നു. സാധാരണപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം. രാഷ്ട്രീയക്കാർക്ക് വലിയ പ്രാധാന്യതയില്ല, മതത്തിലെ ആളുകൾ അവിടെ പലരും ശ്രദ്ധിക്കാറില്ല. ആർക്കും വേണ്ടാത്തതായ പാവങ്ങൾ താമസിക്കുന്ന ഒരു പ്രത്യേക ഭൂപ്രദേശം. കർത്താവ് തിരഞ്ഞെടുത്തു. തന്റെ പ്രവർത്തനത്തിന് ആദ്യപടിയായി ഖാനയിലെ കല്യാണത്തെ വേദിയാക്കി തീർത്തു. പച്ചവെള്ളത്തെ അവൻ വീഞ്ഞാക്കി. അതിന്റെ പ്രത്യാശാസ്ത്രം, അതിന്റെ അർത്ഥം എന്താണ്? ഇതുപോലെ ആർക്കും വേണ്ടാത്ത നിരാശരായിരിക്കുന്ന സമൂഹത്തെ മാറ്റിയെടുക്കാൻ എനിക്ക് കഴിയുമെന്നതിന്റെ അടയാളമായിരുന്നു ഖാനയിലെ കല്യാണം എന്ന് പറയുന്ന ആ സംഭവം. ഇന്ന് രാത്രിയിൽ നിറമില്ലാതെ, നിങ്ങൾക്ക് മണമില്ലാതെ പച്ചവെള്ളം പോലെ നിൽക്കുന്ന ഒരു ജീവിതമാണ് എന്നുണ്ടെങ്കിൽ, ഈ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് എല്ലാ അവസ്ഥകളും നഷ്ടപ്പെട്ട് നിലനിൽക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ പരിവർത്തനം തരാൻ യേശു ക്രിസ്തു രാത്രിയിൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു മികച്ച സാമൂഹിക ക്രമത്തിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ എന്റെ കർത്താവിന് കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എല്ലാ വിശുദ്ധന്മാരും
പ്രാർത്ഥന വരം ലഭിക്കപ്പെട്ടവരും വിശേഷ ശുശ്രൂഷകന്മാരും കണ്ണടച്ച് കരമുയർത്തി സ്വർഗത്തിലേക്ക് നോക്കി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ അങ്കണത്തിൽ നടന്ന ഈ ഏകദിന സുവിശേഷ യോഗം ചരിത്രത്തിൽ കൈപ്പട്ടൂർ ദൈവസഭയുടെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാക്കി തീർക്കേണ്ടതിന്, വിദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ആത്മാകൃപ പ്രാപിച്ചവർ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. ഈ ദേശത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, ആമേൻ, കുടിലുകളിൽ നിന്നും ആത്മാക്കൾ ദൈവസഭയിലെ അംഗത്വം പ്രാപിച്ച് കടന്നു വരുവാൻ, കൊട്ടാരം വിട്ട് മതിൽ കെട്ടുകൾ വിട്ട് ആചാരാനുഷ്ഠാനങ്ങൾ വിട്ട് ദൈവവചനത്തിന്റെ പൊരുളുകൾ മനസ്സിലാക്കി വിശ്വാസം സ്നാനം സ്വീകരിച്ച് ദൈവരാജ്യത്തിന് അംഗമായി തീരേണ്ടത് എത്ര പേർ പ്രാർത്ഥിക്കുന്നു? നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിന് തുടക്കം നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ തന്നെ ദൈവം തരാൻ സന്നദ്ധനാണ്. ആമേൻ. എത്ര പറഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും മാറാത്തതായിരിക്കും നിന്റെ സന്തതികൾ, നിന്റെ ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ. മാറാൻ ദൈവം ഒരു അവസരം ഇന്ന് രാത്രി തന്നിരിക്കുകയാണ്. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം ഇതൊരു തുടക്കമാണ്. പണ്ടുള്ളവയെ നീ മറക്കുക, ഇപ്പോഴുള്ളത് നീ ഓർക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പഴയതെല്ലാം കഴിഞ്ഞുപോയി, ന്യായപ്രമാണം കഴിഞ്ഞുപോയി, പഴയ പാപഭംഗിരമായ ജീവിതങ്ങൾ കഴിഞ്ഞു പോകട്ടെ. ഈ രാത്രിയിൽ ഒരു പുതിയ പുലരി ആരംഭിക്കട്ടെ. ഇന്ന് രാത്രി ഒരു പുതിയ തുടക്കം ഉണ്ടാകട്ടെ. എല്ലാവർക്കും പ്രാർത്ഥിക്കാം, എല്ലാവർക്കും പ്രാർത്ഥിക്കാം, എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നോട് സംസാരിച്ചു. ഞാനൊരു തീരുമാനമെടുക്കുന്നു. എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത ഈ ലോക സാഹചര്യത്തിൽ സമാധാനം, സന്തോഷമുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുവാൻ, ഒന്ന് സമാധാനത്തോട് ഉറങ്ങുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. അതിന് ഞാൻ എൻ്റെ ജീവിതത്തെ യേശുവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. സാർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്നാർക്കെങ്കിലും ഹൃദയത്തിൽ ഒരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് കണ്ണുകൾ അടച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തും. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതല്ല, ആരാണെങ്കിൽ അവസ്ഥ എന്താണെങ്കിൽ ഇന്ന് രാത്രി ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ആരംഭം കുടുംബത്തിൽ, ശരീരത്തിൽ, ജീവിത രീതികളിൽ മുമ്പോട്ടുള്ള യാത്രയിൽ തരാൻ ദൈവം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി എന്നെ മാറ്റിയെടുത്ത സുവിശേഷത്തിന് സത്യം എനിക്ക് തന്ന വെളിപ്പാടിൽ അറിവിന്റെ പരിമിതി നിന്നുകൊണ്ട് അങ്ങ് അനുവദിച്ച സമയക്രമത്തിൽ ഞാനിവിടെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അപാകതകളുണ്ടാകാം, വാക്കുകളിൽ അർത്ഥവ്യത്യാസങ്ങൾ പലരും കണ്ടെത്തിയിട്ടുണ്ടാകാം. പക്ഷേ എന്റെ ഉദ്ദേശമാണ് നന്നായിട്ട് അറിയുന്നു. ആരും നശിച്ചു പോകാതെ എന്റെ ഒരു നിത്യജീവൻ പ്രാപിക്കുന്നത് ദൈവം യേശുവിനെ നൽകുവാൻ തക്ക ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹം ഈ കേൾവിക്കാരുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ അവരുടെ ഹൃദയങ്ങളെ കർത്താവ് തുറക്കണം. നാളെ ഒരു അവസരം കൂടെ, ഒരു പ്രസംഗം കൂടെ കേട്ടിട്ട് ഞാൻ ഒരു തീരുമാനം എടുക്കാൻ നല്ല പിതാവേ, ഇതാകുന്നു സുപ്രസാദമാണ്, ഇതാകുന്നു രക്ഷാ ദിവസം എന്ന് മനസ്സിലായി. ഇന്ന് രാത്രി പ്രാണനെ തിരികെ ചോദിച്ച എന്റെ ആത്മാവോടെ എത്തും, എവിടെ എത്തുമെന്നുള്ള ചിന്തയുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് നാളെ യാക്കാതെ ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിപ്പാൻ ഹൃദയങ്ങളെ അവിടെ തുറക്കണമേ. സുവിശേഷ വിളംബരത്തിന് ഈ കുടുംബവും അങ്കണവും വിട്ടു നിന്ന ആന്റിയെ കർത്താവ് കുടുംബമായി അനുഗ്രഹിക്കണമേ. ദൈവസഭയെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹമാക്കണം, അത്ഭുതമാക്കണം, അടയാളം തരണം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു.